وبركاته. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ എഴുതിയ അർ-റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന കിതാബിൻ്റെ ദർസിൻ്റെ തുടർച്ചയിലാണ് നമ്മളുള്ളത്. ഷെയ്ഖ് റഹിമഹുല്ല സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുല്ല ഈ ഭാഗത്ത് പറയുന്നത് അസ്സീറത്തുൽ ഇജ്മാലിയത്തു ഖബ്ല നുബുവത്തി, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പുള്ള പ്രവാചകന്റെ പൊതുവിലുള്ള ജീവചരിത്രം, സ്വഭാവങ്ങളും ഗുണങ്ങളും എന്തായിരുന്നു, അള്ളാഹുവിൻ്റെ മഹത്തായ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അള്ളാഹു അത് നൽകാൻ മാത്രമുള്ള സ്വഭാവ ഗുണങ്ങളും നന്മയും ഉണ്ടായിരുന്നോ പ്രവാചകനിൽ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അർഹതയുള്ള ഒരാളെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നുബുവത്ത് റിസാലത്ത് എന്ന് പറയുന്ന ഈ ബാധ്യത ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ബഹുമാനാദരവിന് പൂർണ്ണമായി അർഹരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നുബുവത്തും റിസാലത്തും ലഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എന്നാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമായിരുന്നു ഖദ് ജമഅ ഫീ നശ്അതിഹി ഖൈറ മാ ഫീ തബഖാത്തിൻ നാസ് മിൻ മീസാത്ത്, മനുഷ്യ സമൂഹത്തിലുള്ള ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളിലുള്ള ഏറ്റവും ഉത്തമമായ സവിശേഷതകൾ മുഴുവനും ഒരുമിച്ചുകൂടിയ ആളായത് പ്രവാചകന്റെ തുടക്കം മുതൽ തന്നെ, ചെറുപ്പം മുതൽ തന്നെ മനുഷ്യ സമൂഹത്തിലുള്ള ഉത്തമമായ സവിശേഷതകൾ, സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയുണ്ടോ അത് മുഴുവനും ഉൾക്കൊണ്ട അത് ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു പ്രവാചകന്റെ ആരംഭം, തുടക്കം മുതൽ തന്നെ അങ്ങനെയായിരുന്നു. വകാന തിറാസൻ റഫീഅൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഉയർന്ന ഒരു മോഡലായിരുന്നു. മോഡൽ എന്നുള്ള വാക്ക്, തിറാസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മോഡൽ അഥവാ ഉയർന്ന ഒരു നിലവാരത്തിലുള്ള വ്യക്തിത്വമായിരുന്നു. മിനൽ ഫിക്രി സ്വാഇബി, ശരിയായ ചിന്ത, ഓരോ കാര്യത്തിലും വളരെ നല്ല കാഴ്ചപ്പാട്, ചിന്ത ഉള്ള ആൾ. നളറു സ്വദീദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നേരായ കാഴ്ചപ്പാടുള്ള ആൾ, ഓരോ വിഷയങ്ങളിൽ തെറ്റായ ഉൾട്ടയായ ചിന്താഗതിയുള്ള ആളായിരുന്നില്ല, ശരിയായ ചിന്താഗതിയുള്ള ഏറ്റവും നേരായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വനാല ഹല്ലൻ വാഫിറൻ മിൻ ഹുസ്നിൽ ഫിത്ന, ഏറ്റവും നല്ല നിലക്കുള്ള ബുദ്ധി അത് ലഭിച്ച ആളായിരുന്നു. അത് കൈകാര്യം ചെയ്യാൻ പൂർണ്ണമായ നിലക്കുള്ള സാമർഥ്യവും അതിനുള്ള പ്രാപ്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ. വ അസാലത്തിൽ ഫിക്രത്തി, അതേപോലെ തന്നെ ആശയങ്ങളുടെ മൗലികത, അതൊക്കെ സാഹിത്യപരമായ വാക്കുകളാണ് ഷെയ്ഖോട് ഉപയോഗിച്ചത്. അതിൻ്റെ ഭാഷാ അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ. വ സദാദിൽ വസീലത്തി വൽ ഹദഫ്, ലക്ഷ്യവും മാർഗവും നല്ലതായിരുന്നു പ്രവാചകന്റെ. ലക്ഷ്യവും അഥവാ ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാകും, അതിനാളുകൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഉണ്ടാകും. ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കൽ ലക്ഷ്യം നല്ലതാണെങ്കിൽ മാർഗം ഏതും പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ പാവങ്ങളെ സഹായിക്കലാണ് ലക്ഷ്യം, അവരെ തീറ്റലാണ്, പോറ്റലാണ്, അവർക്ക് സഹായം ചെയ്യലാണ്. അപ്പോൾ വേറെ കട്ടാലും പ്രശ്നമില്ല, വേറെ പറ്റിച്ചാലും പ്രശ്നമില്ല, ചതിച്ചാലും പ്രശ്നമില്ല, മാർഗം ഏതാണെങ്കിലും എന്ന് ചില ആളുകൾ പറയും. ലക്ഷ്യം നല്ലതായ മതി. അതല്ല, ലക്ഷ്യവും നല്ലതായിരുന്നു, അതിന് സ്വീകരിക്കുന്ന മാർഗവും വഴിയും നല്ലതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ. വകാന യസ്തഈനു ബിസ്വമതിഹി ത്വവീൽ അലാ തൂലി തഅമ്മുൽ, കാര്യങ്ങൾ ദീർഘമായ ചിന്തിച്ച് മനസ്സിലാക്കാൻ ദീർഘസമയത്ത് മൗനം പാലിക്കുന്ന ആളായിരുന്നു. ആവശ്യത്തിനും ഇല്ലാത്തതിനും സംസാരിക്കാതെ, സ്വമത്തി എന്ന് പറഞ്ഞാൽ ധാരാളം സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനമായിട്ട് ഇരിക്കുന്ന ആളായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാനോ സംസാരിക്കാനോ പോകാതെ അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രമേ സംസാരിക്കലുള്ളായിരുന്നു. ആ പറയുന്ന സ്വഭാവം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ അത് സഹായകരമായിരുന്നു. അതേപോലെ വ ഇദ്മാനിൽ ഫിക്രത്തി, ആശയങ്ങളെ കുറിച്ച് ഇദ്മാനിൽ ഫിക്രത്തി, നല്ല ആശയങ്ങൾ അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ. വസ്തികാനത്തിൽ ഹഖി, സത്യ അന്വേഷണം, എവിടെയാണ് സത്യം,
സത്യം എന്താണ് എന്നുള്ള അതിൻ്റേതായ ആ തേട്ടം, അന്വേഷണം, ഇതൊക്കെ ഉണ്ടായിരുന്നു പ്രവാചകന്റെ ചെറുപ്പം മുതൽ തന്നെ. വതാലഅ ബിഅഖ്ലിഹി അൽ ഖസ്ം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫലഭൂയിഷ്ഠായ ബുദ്ധി എന്നാണ് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ബുദ്ധി. ആ ബുദ്ധി കൊണ്ട് പ്രവാചകൻ അന്വേഷിക്കുമായിരുന്നു. വഫിത്രത്തിഹി അസ്സാഫിയ, കറകളഞ്ഞ തെളിഞ്ഞ അവിടുത്തെ ശുദ്ധ പ്രകൃതി, അതുകൊണ്ടൊക്കെ പ്രവാചകൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. സ്വഹാഇഫൽ ഹയാത്തി, ജീവിതത്തിൻ്റെ ഏടുകളെ, ഈ ജീവിതത്തിൻ്റെ ഏടുകൾ, ഓരോ അതിൻ്റെ കാര്യങ്ങളും വിഷയങ്ങളും, തെളിഞ്ഞ ശുദ്ധ പ്രകൃതി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല വ്യക്തമായ ബുദ്ധി, അതുകൊണ്ടിങ്ങനെ അന്വേഷിക്കുമായിരുന്നു ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എന്തിനാ ജീവിക്കണു, എന്താണ് ഇതിൽ നമുക്കുള്ള ബാധ്യത, എന്താ അന്വേഷിച്ചുകൂടി, സമൂഹം എങ്ങനെയാണ് പോകുന്നു, അതിൻ്റെ കൂടെ എങ്ങനെ ഒഴുക്കനെങ്ങനെ പോകുക എന്നുള്ളതല്ല. ആളുകൾ എങ്ങോട്ടാണ് തെളിക്കുന്നു ആ പറയുന്ന ഭാഗത്തേക്ക് ഞാനും അങ്ങനെയായിരുന്നില്ല, അന്വേഷിക്കുമായിരുന്നു. വശുഊനിന്നാസ്, ആളുകളുടെ അവസ്ഥ, ആളുകളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾ ചെയ്തു കൂട്ടുന്നത്, ഇതൊക്കെ ശരി തന്നെയാണോ, ആളുകൾ ഈ പോകുന്നതൊക്കെ നല്ലൊരു വഴിയിൽ കൂടെയാണോ, ഇങ്ങനെ പോയാൽ മതിയോ. വഅഹ്വാലിൽ ജമാഅത്തി, ആൾക്കൂട്ടങ്ങളുടെ ആൾക്കൂട്ടങ്ങൾ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്നു, സാമർഥ്യമുള്ള ആളുകൾ ജനങ്ങളെ സ്വാധീനിച്ച് അവരെ നിയന്ത്രിച്ച് വരുതിയിലാക്കുന്ന അങ്ങനത്തെ കാലഘട്ടം, ജാഹിലിയ കാലഘട്ടം. അപ്പോൾ ഓരോ പറയുന്ന ആൾക്കൂട്ടങ്ങളുടെ അവസ്ഥകൾ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു. ഫആഫ മാ സിവാഹ മിൻ ഖുറാഫ്, അങ്ങനെ ഈ ഉത്തമമായ സവിശേഷതകൾ അല്ലാത്ത, നല്ലതല്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായ നല്ലതല്ലാത്ത അന്ധവിശ്വാസങ്ങളാണെങ്കിൽ, തെളിവുകളും കാര്യങ്ങളും ഇല്ലാത്ത കെട്ടുകഥകളാണെങ്കിൽ, അങ്ങനത്തെ വിഷയങ്ങൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഫ എന്നാണ് വെറുത്തൊഴിവാക്കിയിരുന്നു. വിഗ്രഹാരാധനകളുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നാട്ടിലും സമൂഹത്തിലും നടമാടിയിരുന്ന പലജാതി വൃത്തികെട്ട സ്വഭാവങ്ങളും സാമൂഹികമായ അന്തരീക്ഷങ്ങളും കാര്യങ്ങളും ശരിയായ സവിശേഷമായ ഉത്തമമായ ഗുണവിശേഷങ്ങളല്ലാത്ത, ദീനുൽ ഇസ്ലാം വന്നതിൻ്റെ ശേഷം പോലും അംഗീകരിച്ച ഉത്തമമായ കാര്യങ്ങളല്ലാത്തതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ തന്നെ വെറുത്തിരുന്നു. വനഅ അൻഹ, അതിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം സുമ്മ ആശറന്നാസ അലാ ബസീറത്തിൻ മിൻ അംരിഹി വ അംരിഹിം, സ്വന്തം അവിടുത്തെ കാഴ്ചപ്പാടും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും വ്യക്തമായ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുമായി ഇടപെട്ട് ജീവിച്ചിരുന്നു. എന്നാൽ ജനങ്ങളിൽ മാറി നിന്നിട്ടില്ല. സമൂഹം അങ്ങനെ വൃത്തികെട്ടവരാണ്, ഒരുപാട് തെറ്റുകളുണ്ട് എന്ന് കരുതി പൂർണ്ണ അർത്ഥത്തിൽ അവരിൽ നിന്നിട്ട് മാറി നിന്നിട്ടുമില്ല. അവരിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നില്ല. എൻ്റെ അവസ്ഥ എന്താണ്, കാര്യങ്ങൾ എന്താണ്, സമൂഹത്തിൻ്റെ കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി ഇടപെട്ട് ജീവിച്ചിരുന്നു. ഫമാ വജദ ഹസനൻ ഷാറക ഫീ, നല്ലതായിട്ട് മനസ്സിലാക്കിയ കണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൽ സമൂഹത്തിൻ്റെ കൂടെ പ്രവാചകനുണ്ടാകും, ഭാഗവാക്കാകും. ഇപ്പോൾ കഅബ ശരീഫ് എടുക്കുന്ന സമയത്ത് അതിലാണെങ്കിൽ, പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിലാണെങ്കിൽ, അബലരായ ആളുകൾക്ക് എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ ചെയ്തു കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിൽ, മർദ്ദിതനെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, ഇങ്ങനത്തെ നല്ല കാര്യങ്ങളാണെങ്കിൽ അതിലൊക്കെ ആ സമൂഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. വതആവനു അലൽ ബിർരി വത്തഖ്വ, നല്ല കാര്യങ്ങളിൽ പരസ്പര സഹകരണങ്ങൾ. വഇല്ല, ഈ പറയുന്ന നല്ലതല്ല സമൂഹം ചെയ്യുന്നതാണ്, അവരൊക്കെ ഒരുപാട് ആളുകളുണ്ട്, ആൾക്കൂട്ടങ്ങളുണ്ട്, അവരതിലേക്ക് വിളിക്കുന്നു, ക്ഷണിക്കുന്നുണ്ട്, പക്ഷെ നല്ലതല്ലെങ്കിൽ ആദ ഇല ഉസ്ലത്തിഹി അൽ അഖീദ, അവിടുത്തെ ആ ഏകാന്തതയിലേക്ക് പ്രവാചകൻ മടങ്ങും, കൂടെ കൂടൂല. തെറ്റായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുക, ആൾക്കൂട്ടങ്ങളുണ്ട് എന്ന് കരുതി അവരെ കൂടെ കൂടാനോ പോകാനോ അതിന് തയ്യാറാവാതെ തൻ്റെ ആ ഏകാന്തതയിലേക്ക്, ആ മൗനത്തിലേക്കും തെറ്റായ കാര്യങ്ങൾ മാറി നിൽക്കുന്നതിലേക്കും പ്രവാചകൻ മടങ്ങും. ഇതായിരുന്നു അവിടുത്തെ തുടക്കത്തിലെ സ്വഭാവം. ഫക്കാന ലാ യശ്റബുൽ ഖംർ, മദ്യം കുടിക്കലില്ലായിരുന്നു. അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും അത് ഉപയോഗിക്കുന്നവരായിരുന്നു. വലാ യഅ്കുലു മിമ്മാ ദുബിഹ അലൻ നുസുബ്, വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട മൃഗങ്ങളെ, അതിൻ്റെ മാംസങ്ങൾ പ്രവാചകൻ കഴിക്കലില്ലായിരുന്നു. വലാ യഹ്ളുറു ലിൽ ഔസാനി ഈദൻ വലാ ഇഹ്തിഫാല, വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലേക്കോ ഉത്സവങ്ങളിലോ പ്രവാചകൻ പങ്കെടുക്കലില്ലായിരുന്നു. അവർ വലിയ ആഘോഷങ്ങളായിട്ടും ഉത്സവങ്ങളായിട്ടും കൊണ്ടാടുമായിരുന്നു. അതൊക്കെ വിഗ്രഹങ്ങളുമായി ബിംബങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ പ്രവാചകൻ പങ്കെടുക്കലില്ലായിരുന്നു. ബൽ കാന മിൻ അവ്വലി നശ്അതിഹി നാഫിറൻ മിൻ ഹാദിഹിൽ മഅബൂദാത്തിൽ ബാത്തില, അസത്യമായ ആരാധ്യ വസ്തുക്കളെക്കുറിച്ച് വളരെ വെറുപ്പുള്ള, അതിൽ നിന്നിട്ട് അകലം പാലിച്ച ആളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ
ഹത്താലം യകുൻ ഷൈഉൻ അബ്ഗള ഇലൈഹി മിൻഹ. ഈ ബിംബങ്ങളും വിഗ്രഹങ്ങളുമായി ശിർക്കുമായി ഇങ്ങനത്തെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവാചകനിലേക്ക് അത്ര വെറുപ്പുള്ള മറ്റൊരു വിഷയമില്ലായിരുന്നു. വഹത്താ കാന ലാ യസ്ബിറു അലാ സമാഇൽ ഹൽഫി ബില്ലാത്തി വൽ ഉസ്സ. വിഗ്രഹങ്ങൾ കൊണ്ട് സത്യം ചെയ്ത് അറബികൾ കുറേ ജാഹിലിയ കാലത്ത് മുശ്രിക്കീങ്ങൾ പറയുമായിരുന്നു. ലാത്ത ഉസ്സനെ കൊണ്ടൊക്കെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. അത് പ്രവാചകൻ കേൾക്കുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത വെറുപ്പായിരുന്നു. പിന്നെ ഷെയ്ഖ് റഹിമഹുള്ള പറയുന്നത് വലാ ശക്ക അന്നൽ ഖദറ ഹാതഹു ബിൽ ഹിഫ്ളീൻ. ഇവിടെ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാൻ പാടില്ല ശരിക്കും. അങ്ങനത്തെ ഖദർ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ പ്രവാചകന് സംരക്ഷണം നൽകി വലയം ചെയ്തു എന്നൊരു പ്രയോഗമാണ്. അത് വാക്കിലുള്ള ഒരു അദബുകേടാണ്. അവിടെ പ്രയോഗിക്കേണ്ടത് ശരിക്ക് വലാ ശക്ക അന്നല്ലാഹ ഹാതഹു ബിൽ ഹിഫ്ള്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ അവൻ്റെ സംരക്ഷണം സഹായം നുബുവത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരുന്നു. പ്രവാചകന്മാരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രത്യേകമായ സംരക്ഷണത്തോടു കൂടെ ഉയർത്തി വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിനാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ വസ്തനഅതുക ലിനഫ്സി എന്ന പ്രത്യേകമായ നിലക്ക് ഞാൻ നിന്നെ തയ്യാറാക്കി സൃഷ്ടിച്ചു വളർത്തി കൊണ്ടുവന്നു എന്ന്. ഇതുപോലെയാണ് അവരുടെ സ്വഭാവങ്ങൾ. മറ്റുള്ള പ്രവാചകന്മാരെക്കുറിച്ചും പല രൂപങ്ങളിലും അല്ലാഹു അത് ഖുർആനിൽ കൂടെയൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ഫഇൻദമാ തതഹറകു നവാസിഉ നഫ്സി ലിസ്തിത്ലാഇ ബഅദി മുത്ഇ ദുനിയ. ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ഷെയ്ഖ് പറയുന്നൊരു സംഭവമുണ്ട്. അത് ഞാൻ ഷെയ്ഖ് പറഞ്ഞു എന്നുള്ള നിലക്ക് വായിക്കാണ്. അത് ലഈഫാണ്, ബലഹീനമാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാ, നാസിറുദ്ദീൻ അൽബാനി പോലത്തവർക്ക് ഇത് ബലഹീനമാണ്, ലഈഫാണ് എന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്നാലും ഷെയ്ഖ് പറഞ്ഞു എന്നുള്ള നിലക്ക് ഞാനത് വായിക്കാണ്. فعندما تتحرك نوازع النفس لاستطلاع بعض متع الدنيا. ദുന്യവിയായ ചില സുഖങ്ങളും സൗകര്യങ്ങളും അതിലേക്ക് എത്തി നോക്കാൻ മനുഷ്യ മനസ്സ് അതിലേക്ക് പ്രേരിപ്പിക്കുന്ന സമയത്ത് وعندما يرضى باتباع بعض التقاليد غير المحمودة. സ്തുത്യാർഹമല്ലാത്ത നല്ലതല്ലാത്ത സമൂഹങ്ങൾ കൊണ്ടാടുന്ന ചില കാര്യങ്ങൾ അതിനെ പിന്തുടരാനും അനുകരിക്കാനൊക്കെ മനുഷ്യ ശരീരം അത് തൃപ്തിപ്പെടുന്ന സമയത്ത് തതദഖലുൽ ഇനായത്തു റബ്ബാനിയത്തു ലിൽ ഹൈലുലത്തി ബൈനഹു വബൈനഹ. അഥവാ മനുഷ്യ സഹജമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമൂഹത്തിൽ നടക്കുന്ന സ്തുത്യാർഹമല്ലാത്ത നല്ലതല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് താല്പര്യം വരുന്ന സമയത്ത് പോലും അള്ളാഹു പ്രത്യേകമായ പരിഗണനയും സംരക്ഷണവും കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അതിന് തെളിവായിക്കൊണ്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ വന്നത് ചരിത്ര പുസ്തകങ്ങളൊക്കെ വന്നതാണ്. പക്ഷേ ഹദീസിൻ്റെ പണ്ഡിതന്മാർ അത് ലഈഫാണ്, ബലഹീനമാണ് എന്ന് പറഞ്ഞ് വിധി എഴുതിയത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ബിദായ നിഹായിൽ നാസിറുദ്ദീൻ അൽബാനിക്ക് അത് പറഞ്ഞതാണ്. ഷെയ്ഖ് പറഞ്ഞ നിലക്ക് ഞാനത് വായിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാ ഹമംതു ബിശൈഇൻ മിമ്മാ കാന അഹ്ലുൽ ജാഹിലിയ്യത്തി യഅമലൂന ഗൈറ മർറത്തൈൻ. ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ചെയ്യുന്ന വിഷയങ്ങൾ ഞാനത് താല്പര്യപ്പെടുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല രണ്ട് സമയത്തല്ലാതെ. എൻ്റെ മനസ്സിലത് അതിനോട് ഇഷ്ടമോ താല്പര്യം വന്നിട്ടില്ല, രണ്ട് സമയത്തല്ലാതെ. ആ സമയത്തൊക്കെ തന്നെ ഞാൻ അതിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ അള്ളാഹു കാനുദാലിക യഹൂലുല്ലാഹു ബൈനി ബൈനു. അള്ളാഹു എൻ്റെയും അതിൻ്റെ ഇടയിൽ മറയിടും. അത് ചെയ്യാൻ എന്നെ അനുവദിക്കലില്ല, അതിനുള്ള സാഹചര്യം എനിക്ക് ഒരുക്കി തരലില്ല. സുമ്മ മാ ഹമംതു ബിഹി അതഹക്കറമനി ബിരിസാലത്തി. പിന്നീട് ആ തെറ്റായ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നിട്ടുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റിസാലത്ത് കൊണ്ട് പിന്നെ എന്നെ ബഹുമാനിക്കാനുണ്ടായത്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു ലൈലത്തൻ ഒരു രാത്രിയിൽ ലിൽ ഗുലാമില്ലദി യർആ മഅൽ ഗനമ ബിആല മക്ക. മക്കയുടെ മേൽഭാഗങ്ങളിലൊക്കെ ആടുകളെ എൻ്റെ കൂടെ നോക്കിയിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. അവനോടൊരു രാത്രി ഞാൻ പറഞ്ഞു, ലോ അബ്സർതലി ഗനമി, നീ എൻ്റെ ആടുകളെയും കൂടി നോക്കിയാൽ ശ്രദ്ധിച്ചാൽ, ഹത്താ അദ്ഖുല മക്ക, ഞാൻ മക്കയിലൊന്ന് പോയിട്ട് വഅസ്മറ ബിഹാ കമാ യസ്മറു ശബാബ്, നമ്മളെപ്പോലത്തെ യുവാക്കൾ അവിടെ വെച്ച് രാത്രി സമയത്ത് സംസാരിച്ചിരിക്കുന്നു. അത് രാത്രി ഉറക്കൊഴിവാക്കി സംസാരിച്ചിരിക്കുക, പകൽ കടന്നുറങ്ങും ചെയ്യുക. അലസരായ, തൊഴിൽരഹിതരായ, കാര്യബോധമില്ലാത്ത യുവാക്കൾ ഇന്നും പല രാജ്യങ്ങളിലും നമ്മുടെ നാടുകളിലും പലയിടത്തും അങ്ങനെ ഉണ്ടാകും. ആളുകളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് ഉറക്കില്ല. ആ സമയത്ത് അവർ രാത്രി സമയത്ത് സംസാരിച്ചിരുന്ന് സമയം പാഴാക്കി പിന്നെ പകൽ സമയത്ത് തൊഴിലും പഠനവും കാര്യങ്ങളും ഇല്ലാതെ ഉറങ്ങാൻ പോകുന്ന അവസ്ഥ. ഇതുപോലെ മക്കയിലുണ്ടായ യുവാക്കൾ ചിലർ ചെയ്തിരുന്നു. ഞാനും അവരെ കൂടെ ഒന്ന് പോകട്ടെ, ഒരാഗ്രഹം മനസ്സിൽ വന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അഫ്ആൽ, ഞാൻ ആടുകളെ ഞാൻ സംരക്ഷിക്കാൻ നോക്കാം എന്ന് പറഞ്ഞു. ഫഖറജത്തു, അങ്ങനെ ഞാൻ മക്കയുടെ മേൽഭാഗത്തിൽ നിന്ന് മലം ചെരുവുകളിൽ നിന്ന് പുറപ്പെട്ടു പട്ടണത്തിലേക്ക്. ഹത്താ ഇദാ കുന്തു ഇൻദ അവ്വലി ദാരിൻ ബിമക്ക, മക്കയിൽ അങ്ങനെ കടന്നു ചെന്നു ആദ്യത്തെ വീട് കണ്ട സമയത്ത് അസ്ഫൻ, അവിടെ സംഗീതം കേട്ടു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണിത്? അവിടെ പരിസരത്തുള്ള ആളുകളോട് അവർ പറഞ്ഞു, ഉർസു ഫുലാൻ ബി ഫുലാന, ഇവിടെ രണ്ടാളുകൾ തമ്മിൽ, യുവാവും യുവതിയും തമ്മിൽ കല്യാണം നടക്കുകയാണ്, അതിൻ്റെ സംഗീതമാണ്.
അപ്പോൾ ജലസ്തു അസ്മാഉ, ഞാൻ ആ സംഗീതം കേൾക്കാൻ വേണ്ടി ഓടിയിരുന്നു. ഫളറബല്ലാഹു അലാ ഉദ്നി ഫനും, അള്ളാഹു എൻ്റെ ചെവിയിൽ തടസ്സം സൃഷ്ടിച്ച് ഞാനിവിടെ ഉറങ്ങിപ്പോയി. അത് കേൾക്കാൻ അള്ളാഹു എന്നെ അനുവദിച്ചില്ല എന്നാണ് ഒരു സംഭവം. ഫലം ഫമാ ഐഖളനി ഇല്ലാ ഹർറു ശംസ്, അങ്ങനെ ഉറങ്ങിയിട്ട് സൂര്യൻ ഉദിച്ച് അതിൻ്റെ ചൂട് എൻ്റെ ശരീരത്തിൽ തട്ടിയപ്പോഴാണ് ഞാൻ ഉണർന്നത്. അള്ളാഹു തടസ്സം സൃഷ്ടിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ കൂട്ടുകാരൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ആട് നോക്കുന്ന സ്ഥലത്ത് വന്ന് അവനോട് ചോദിച്ചു. ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നത് സുമ്മ ഖുൽതു ലൈലത്തുൻ ഉഖ്റ, മറ്റൊരു രാത്രിയിലും ഇതുപോലെ പറഞ്ഞു. ദഖൽതു മക്ക ഫഅസാബനി മിസ്ലു അവ്വലി ലൈല, ആദ്യത്തെ രാത്രിയിലുള്ളതുപോലത്തെ അനുഭവം വീണ്ടും ഉണ്ടായി. സുമ്മ ഹമംതു ബിസു, പിന്നീട് ഇങ്ങനത്തെ ജാഹിലിയ കാലത്ത് അവർ ചെയ്യുന്നൊരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല, ഞാനതിന് പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് ദഈഫാണ്. ഷെയ്ഖ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഹദീസിൻ്റെ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരായ തഫ്സീറിൻ്റെയൊക്കെ പണ്ഡിതന്മാരത് ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദഈഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനത്തെ ആ ഒരു ചിന്ത കാര്യങ്ങൾ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്തിൻ്റെ മുമ്പ് തന്നെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനത്തെ ചിന്താഗതികളിൽ നിന്നും തോന്നലുകളിൽ നിന്നും. പിന്നെ മറ്റൊരു കാര്യം, ഇത് സഹീഹാണ്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. റവൽ ബുഖാരി അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാല ലമ്മ ബുനിയത്തിൽ കഅബത്തു, കഅബ ഷരീഫ് പടുത്തുയർത്തപ്പെടുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഖുറൈശികളായ ഓരോ ഗോത്രങ്ങളും കല്ലും മണ്ണും അതിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് പരസ്പരം ഓരോ ഭാഗങ്ങൾ അവർക്ക് നിശ്ചയിച്ച് അവരതിൽ പരസ്പരം സഹായിച്ചത് ചെയ്യായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ബാസ് റളിയല്ലാഹു അൻഹും ആ പറയുന്ന സംരംഭത്തിലേക്ക് സേവനം ചെയ്യാൻ വേണ്ടി പോയി. നല്ല കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയായിരുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സഹകരിച്ച് അവരുടെ കൂടെ സഹായിച്ച് പങ്കുചേരുന്ന സ്വഭാവമായിരുന്നു. പിതൃവിനായ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കൂടെ പോയി യൻഖുലാനിൽ ഹിജാറത്തെ, കല്ലും മണ്ണൊക്കെ ആ കഅബ ഷരീഫിൻ്റെ ചുമരുകൾ പടുത്തുയർത്താൻ വേണ്ടി കല്ലും മണ്ണുകളും അത് ചുമന്നുകൊണ്ട് നീക്കാൻ വേണ്ടിയിട്ട് അത് വഹിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്അൽ ഇസാറക അലാ റഖബതിക യഖീക മിനൽ ഹിജാറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ ചുമരിൽ, കഅബ ഷരീഫ് പടുത്തുയർത്താനുള്ള ചുമര് പടുക്കാനുള്ള കല്ലുകൾ ചുമന്നു കൊണ്ടുവരുന്ന സമയത്ത് സ്വന്തം ആ ശരീരത്തിലെ ആ കല്ലുകളുടെ പാടുകളും അതിൻ്റെ പ്രയാസങ്ങളും അനുഭവിക്കുന്നത് കണ്ടപ്പോൾ സഹോദരൻ്റെ മകനുണ്ടായ പ്രയാസം അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിൻ്റെ ഇസാർ, അരയൊടുപ്പ്, അരഭാഗത്തിരിക്കുന്ന ആ വസ്ത്രം അഴിച്ചിട്ട് അത് നിൻ്റെ ചുമലിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ല് വെച്ചളാ, എന്നാൽ പിന്നെ ശരീരത്തിന് അതിൻ്റെ പ്രയാസം അനുഭവപ്പെടൂല. അപ്പോൾ സുവാട് നഗ്നനാകും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നബി മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ കഅബ ഷരീഫ് തവാഫ് ചെയ്യുന്ന, നഗ്നരായിട്ട് തവാഫ് ചെയ്യുന്ന കാലഘട്ടമാണ്. സമൂഹത്തിൽ അതൊരു വെറുക്കപ്പെട്ട, അതല്ലെങ്കിൽ ഒരു ആളുകളെ വിമർശിക്കുന്ന തെറ്റോ കാര്യമോ അല്ല താൻ. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് ഫശുദ്ദ അലൈഹി ഇസാർ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞ സമയത്ത് പ്രവാചകൻ തൻ്റെ ഇസാർ, അരയുടുപ്പ് അഴിച്ച ഉടനെ തന്നെ ഫഖറ ഇലൽ അർദ്, ഭൂമിയിലേക്ക് ബോധം നഷ്ടപ്പെട്ട ആളായിട്ട് വീണു. വത്തമഹത് ഐനാഹു ഇലസ്സമാ, രണ്ട് കണ്ണുകളും ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി. സുമ്മാ ഫാഖ, അങ്ങനെ ബോധം തെളിഞ്ഞ ഉടനെ ഫഖാല ഇസാരി ഇസാരി എന്ന് പറഞ്ഞു, എൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞു. ഫശുദ്ദ അലൈഹി ഇസാറുഹു, ഉടനെ അപ്പോൾ ആളുകളെ പരിസരത്തുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റും പ്രവാചകൻ്റെ അരയുടുപ്പ് എടുത്ത് മുണ്ടെടുത്ത് അവിടെ ശരീരത്തിൽ വെച്ച് കെട്ടിക്കൊടുത്തു. ഫമാ റുഇയത് ലഹു ഔറത്തുൻ ബഅദ ദാലിക്, ഈ ഒരു സംഭവത്തിൻ്റെ ശേഷം പിന്നീട് അവിടുത്തെ ഔറത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔറത്ത് വെളിവായി ആരും കണ്ടിട്ടില്ല. ഈ ഒരു സംഭവം ഉള്ളതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തതുമാണ്. ആ നിമിഷം തന്നെ, ഈ ഒരു കാര്യമല്ലാതെ മറ്റുള്ള മുമ്പ് വന്നത് അതിൻ്റെ കാര്യങ്ങൾ ദഈഫാണ്, ബലഹീനമാണ്. വക്കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യംതാസു ഫീ ഖൗമിഹി, തൻ്റെ ജനങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ബിഖിലാലിൻ അസ്ബ, വളരെ മാധുര്യമുള്ള എന്ന് പറഞ്ഞാൽ ആകർഷണീയമായ വിശേഷണങ്ങളുള്ള, അഖ്ലാഖിൻ ഫാദില, ശ്രേഷ്ഠമായ സ്വഭാവമുള്ള ആളായിരുന്നു. വശമാഇല കരീമ, വളരെ മാന്യമായ സ്വഭാവ ഗുണങ്ങളും വിശേഷണങ്ങളുള്ള ആളായിരുന്നു. ഫകാന അഫ്ളല ഖൗമിഹി മുറുഅത്തൻ, മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ ആ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിരുന്നു. വഅഹ്സനഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. വഅഅസ്സഹും ജിവാറ, സഹവസിക്കാനും ഇടപെടാനൊക്കെ ഏറ്റവും മാന്യതയുള്ള ആളായിരുന്നു. വഅഅളമഹും ഹിൽമ, ക്ഷമിക്കേണ്ടുന്ന സമയത്തൊക്കെ ഏറ്റവും മഹത്തെ ക്ഷമിക്കുന്ന ആളായിരുന്നു. പ്രതികരിക്കാൻ കഴിവുണ്ടെങ്കിൽ പോലും പ്രതികരിക്കാതെ, പകരം ചോദിക്കാതെ ക്ഷമിക്കുന്ന ആളായിരുന്നു. വഅസ്ദഖഹും ഹദീസ, ഏറ്റവും സത്യസന്ധരായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു. കളവരിക്കലും പ്രവാചകനിൽ നിന്നിട്ട് അവർക്കാർക്കും അറിയുക പോലുമില്ല. വഅൽയനഹും അരീഖത്തൻ, അരീഖത്തൻ എന്ന് പറഞ്ഞ സ്വഭാവ ഗുണങ്ങളും ഇടപെടാനും പെരുമാറാനും ഏറ്റവും മയം കാണിക്കുന്ന ആളെ, പരുഷമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നില്ല. വാക്കിലോ പ്രവൃത്തിയിലൊന്നും പരിപരുത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നില്ല, വളരെ മയമുള്ള ആളായിരുന്നു. വഅഅഫഹും നഫ്സൻ വഅക്രമഹും ഖൈറ, അഅഫഹും നഫ്സൻ, ശാരീരികമായിട്ടൊക്കെ
ചാരിത്രശുദ്ധിയുള്ള ആളായിരുന്നു. അക്രമഹും ഖൈറൻ, ഏറ്റവും മാന്യതയുള്ള, അബർറഹും അമൽ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുടെ ഉടമയായിരുന്നു. ഔഫാഹും അഹദിന്, വല്ല കരാറോ കാര്യങ്ങളോ ആളുകളുമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി പൂർത്തിയാക്കുന്ന വീട്ടുന്ന ആളായിരുന്നു. ആമനഹും അമാനത്തൻ, വിശ്വസ്തതയുടെ കാര്യത്തിൽ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലുള്ള ആളായിരുന്നു. ഹത്താ സമ്മാഹു ഖൗമുഹു അൽ അമീൻ, ആ ജനങ്ങൾ വിശ്വസ്തൻ, സത്യസന്ധൻ, ഇവൻ വിശ്വസിക്കാൻ കൊള്ളും, ആ നിലക്കുള്ള പേര് നൽകിയിരുന്നു. ലമ്മാ ജമാഅ ഫീഹി മിനൽ അഹ്വാലി അസ്സാലിഹത്തി വൽ ഖിസാലിൽ മർദിയ, ആളുകൾക്ക് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ, ഉത്തമമായ വിശേഷണങ്ങൾ. വകമാ ഖാലത്ത് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്ത് റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ എന്ന് പറയുന്ന ഗുഹയിൽ വെച്ച് ജിബ്രീൽ ഇസ്ലാമിനെ കണ്ട് വഹി ലഭിച്ച് പേടിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറഞ്ഞ ആ വാക്കുകൾ അത് തന്നെയായിരുന്നു പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ. അവിടുന്ന് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നല്ലാഹ ലാ യുഖ്സിക അല്ലാഹു അബദ, അല്ലാഹു ഒരിക്കൽ നിങ്ങൾ അവഹേളിക്കൂല, സഹായിക്കാതെ നിങ്ങൾ നിന്ദിക്കേ, നിങ്ങൾ നിസ്സഹായരായി തള്ളേ, അവഹേളിക്കേ ചെയ്യൂല. ഇന്നക തഹ്മിലുൽ കൽ, പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ, ആളുകൾക്കുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്ന ആളാണ് നിങ്ങൾ. വതക്സിബുൽ മഅദൂം, ഇല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിലുണ്ടാക്കി കൊടുക്കുക, സമ്പത്തുണ്ടാക്കി കൊടുക്കുക, സഹായങ്ങൾ വേറെ ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. വതുഖ്രിൽ ലൈഫ, അതിഥികളെ നിങ്ങൾ സൽക്കരിക്കുന്ന ആളാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, സത്യത്തിന്റെ ഏത് കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ നിങ്ങളൊരു സഹായിയായിട്ട്, ഒരു കൈ സഹായിയായിട്ട് ഉണ്ടാകും. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ. ഖദീജ റളിയല്ലാഹു അൻഹ ഈ പറഞ്ഞ വിശേഷണങ്ങൾ, ആളുകൾക്ക് സഹായം ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ദീനുൽ ഇസ്ലാം വന്നതിൻ്റെ ശേഷം അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഹദീസുകൾ ധാരാളം വന്നതും നമുക്ക് കാണാൻ കഴിയും. അൽ മർഉ അള്ളാഹു എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഒരാൾ അവൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ സഹായം ആ വ്യക്തിക്കുണ്ടാകും. യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ള ആളുകളോടും ജീവികളോടും നിങ്ങൾ കാരുണ്യമുള്ളവരായി ജീവിക്കുവിൻ, അല്ലാഹു ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കരുണയും റഹ്മത്തും ചെയ്യും. ഇങ്ങനത്തെ അതിൻ്റെ മേൽ അറിയിക്കുന്ന ധാരാളം ഹദീസുകളും ആയത്തുകളും നമുക്ക് അറിയുന്നതാണ്. അതിൻ്റെ ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് നുബുവത്തും റിസാലത്തും ലഭിക്കാൻ, ദഅവത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന വരിക. തൻഖസിമു ഹയാത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം രണ്ട് വിഭാഗമായിട്ട് പണ്ഡിതന്മാർ അതിനെ വിഹിതിച്ചിരിക്കുകയാണ്. ബഅദ അൻ ശറഫഹുല്ലാഹു ബിൻ നുബുവത്തി വ റിസാല, നുബുവത്ത് റിസാലത്ത് ലഭിച്ചതിൻ്റെ ശേഷം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റസൂൽ നുബുവത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടങ്ങളും ചരിത്രങ്ങളും പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങളുമാണ് പറഞ്ഞത്. ഇനി മുതൽ നുബുവത്ത് ലഭിച്ചതിൻ്റെ ശേഷം പ്രവാചകന്റെ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ട് വിഭാഗമാണ്. ഇല അഹദൈൻ, രണ്ട് കാലഘട്ടമാണ്. യംതാസു അഹദുഹുമാ അനിൽ ആഖിരി തമാമൽ ഇംതിയാസ്, അതിൽപ്പെട്ട ഒരു കാലഘട്ടം മറ്റതിൽ നിന്ന് പൂർണ്ണമായി വിഭിന്നമായതുമാണ്, പൂർണ്ണമായ വിഭിന്നമായ അവസ്ഥയിലാണ്. അത് ഒന്നാമത്തത് അൽ അഹദുൽ മക്കി എന്ന പേരിൽ അറിയപ്പെടുന്നത് മക്ക കാലഘട്ടം. 13 സന തഖരീബൻ, ഏകദേശം 13 വർഷക്കാലമാണ് മക്കയിലുണ്ടായിരുന്നു നുബുവത്തിന്റെ ശേഷം പ്രവാചകനുണ്ടായിരുന്നത്. രണ്ടാമത്തത് അൽ അഹദുൽ മദനി 10 സനവാത്തിൻ കാമില, പൂർണ്ണമായ 10 വർഷം മദീന കാലഘട്ടം, ഹിജ്റയുടെ ശേഷമുള്ള വഫാത്താകുന്നത് വരെ. സുമ്മ യസ്തമിലു കുല്ലും മിനൽ അഹദൈനി അലാ ഇദ്ദത്തി മറാഹിൽ, ഈ പറയുന്ന മക്ക കാലഘട്ടവും മദീന കാലഘട്ടവും പല ഘട്ടങ്ങളായിട്ടാണ് അത് കഴിഞ്ഞു പോയത്, പല ഘട്ടങ്ങളായിട്ട്. ലിക്കുല്ലി മർഹലത്തിൻ മിൻഹാ ഖസായിസ്, ഓരോ ഘട്ടങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. തംതാസു ബിഹാ അൻ ഗൈരിഹ, ആ പറയുന്ന ഘട്ടങ്ങൾ അതിൽ നിന്ന് മറ്റൊരു വേർതിരിയുന്ന നിലക്ക്. യദ്ഹറു ദാലിക ജലിയൻ ബഅദ അൻ-നളരി ദഖീഖി ഫിൽ ളുറൂഫ് അല്ലതി മറത് ബിഹാ ദഅവതു ഖിലാൽ അൽ-അഹദൈൻ, മക്ക കാലഘട്ടം മദീന കാലഘട്ടം 23 വർഷക്കാലം കഴിഞ്ഞു പോയ ഓരോ സംഭവങ്ങളും സൂക്ഷ്മമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമാകും ഓരോ ഘട്ടങ്ങളും ഓരോ സമയങ്ങളും മറ്റുള്ളതിൽ നിന്ന് വിഭിന്നമായ അവസ്ഥയിലായിരുന്നു എന്നുള്ളത്. വയുംകിനു തഖ്സീമുൽ അഹദിൽ മക്കി, മക്ക കാലഘട്ടത്തിനെ നമുക്ക് വിഹിതിക്കാൻ കഴിയും ഇലാ 3 മറാഹിൽ, 3 ഘട്ടങ്ങളായിട്ട് മക്ക കാലഘട്ടം. ഒന്നാമത്തത് മർഹലത്തു ദഅവത്തി സിർരിയ, രഹസ്യമായിട്ട് ദഅവത്ത് നടത്തിയ കാലഘട്ടം. നുബുവത്ത് കിട്ടി, റിസാലത്ത് കിട്ടി, ദഅവത്ത് നടത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന വന്നതിന് ശേഷം രഹസ്യമായിട്ട് ഖുറൈശികളെയും മുശ്രിക്കീങ്ങളെയും കുഫാറുകളെയും ഭയപ്പെട്ട് ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതെ 3 വർഷം 3 സനവാത്തിൻ 3 വർഷം രഹസ്യമായിട്ട് ദഅവത്ത് നടത്തി. പിന്നെ രണ്ടാമത്തത് മർഹലത്തു ഇഅ്ലാനി ദഅവത്തി ഫി അഹ്ലി മക്ക, മക്കക്കാരായ ആളുകളിൽ, മക്കയുടെ പുറത്തല്ല, മക്കക്കാരായ ആളുകളിൽ പരസ്യമായിട്ട് ദഅവത്ത് നടത്തിയ കാലഘട്ടം.
മക്കക്കാരായ ആളുകളിൽ. മിൻ ബിദായത്തി സനത്തി റാബിയത്തി മിൻ നുബുവത്തി ഇലാ ഹിജ്റത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന. അത് ഏകദേശം ഈ രഹസ്യമായ 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിന്റെ ആരംഭം മുതൽ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതുവരെ മക്കയിൽ മാത്രമായത് പ്രവാചകന്റെ ദഅവത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നത് മക്കയിൽ മാത്രം. പിന്നെ മർഹലത്തു ദഅവത്തി ഖാരിജ മക്കത വഫുശുബിഹാ ഫീഹിം. പിന്നീട് 3ാമത്തെ കാലഘട്ടം മക്കയുടെ പുറത്ത് അവിടുത്തെ ദഅവത്ത് അത് പ്രചരിക്കുക. റസൂലിന്റെ ആ ദഅവത്ത് മക്കയുടെ പുറത്തേക്ക് കടന്നു. വഫുശുബിഹാ ഫീഹിം, അവരിലൊക്കെ അത് പരന്നു, അതിന്റെ പ്രചാരം ലഭിച്ചു. മിൻ അവാഖിർ സനത്തിൽ ആശിറത്തി മിൻ നുബുവത്തിന്റെ 10ാമത്തെ വർഷം മുതൽ വഖദ് ഷമിലത്തിൽ അഹദുൽ മദനി വംസദത്തിൽ ആഖിരി ഹയാത്തിഹി. ഈ പറയുന്ന മക്കയിലും മക്കയുടെ ഹിജാസിലും അതേപോലെ തന്നെ മറ്റുള്ള പ്രദേശങ്ങളിൽ ഷാമിൽ, മിസ്റിൽ, യമനിൽ മറ്റുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ അവിടുത്തെ ദഅവത്ത് അത് നീണ്ടുപോവുകയും അതവിടെയൊക്കെ പ്രചരിക്കുകയും ആളുകൾ ദീനുൽ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് വരികയും ചെയ്തത് അവിടുത്തെ ജീവിതത്തിൻ്റെ ഏകദേശം അവസാന കാലഘട്ടം വരെ ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. അമ്മ മറാഹിലുൽ അഹദിൽ മദനി ഫസയ്ജിഉ തഫ്സീലുഹാ ഫീ മൗളി. മദീന കാലഘട്ടത്തിനെ കുറിച്ച് ശേഷം ഈ പുസ്തകത്തിൽ തന്നെ കിതാബിൽ പറയുന്നുണ്ട്. മദീന കാലഘട്ടത്തിന്റെ മുമ്പുള്ള മക്ക കാലഘട്ടത്തിനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് നുബുവത്ത് വന്നതും കാര്യങ്ങളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി തുടർന്നുകൊണ്ട് പറയുന്നത്. ഫീ ളിലാലിൻ നുബുവത്തി വറിസാല. നുബുവത്ത് ലഭിച്ചു ആദ്യം, പിന്നീട് റിസാലത്ത് ലഭിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നുബ്ബിഅ ബി ഇഖ്റ, നുബ്ബിഅ ബി ഇഖ്റ, നുബ്ബിഅ ബി ഇഖ്റ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന സൂറത്തിന്റെ പ്രാരംഭത്തിലുള്ള ആയത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന് ഓതിക്കൊടുത്ത് അറിയിച്ചു കൊടുത്തുകൊണ്ട് നുബുവത്ത് ലഭിച്ചു. വഉർസില ബിൽ മുദ്ദസിർ യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ. ആ പറയുന്ന ആയത്തുകൾ കൊണ്ട് റസൂലിന് റിസാലത്തും ലഭിച്ചു, ദഅവത്ത് നടത്താൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ കൽപ്പനയും ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ഗാർ ഹിറായിൽ പ്രവാചകൻ ചെന്ന് താമസിച്ച സംഭവങ്ങളാണ്. ലമ്മാ തഖാറബത്ത് സിന്നുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ 40, 40 വയസ്സിനോടടുത്തു പ്രവാചകന്റെ വയസ്സ് മക്ക കാലഘട്ടത്തിലുള്ള. വകാനത്ത് തഅമ്മുലാത്തുഹു അൽ മാളിയത്തു, കഴിഞ്ഞു പോയ അവിടുത്തെ ചിന്തകൾ, കാര്യങ്ങൾ ഖദ് വസിഅത്തി അശ്ശിഖത അൽ അഖ്ലിയത ബൈനഹു വബൈന ഖൗമി. നമ്മൾ പറഞ്ഞു ദീർഘമായ നിലക്ക് മൗനത്തിലായിരുന്നു. സമൂഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ചുള്ള ദീർഘമായ ചിന്തകളും കാര്യങ്ങളും റസൂലിനുണ്ടായിരുന്നു. അങ്ങനെ ആ പറയുന്ന ചിന്തകളും കാര്യങ്ങളും സമൂഹത്തിൻ്റെ, താൻ ജീവിക്കുന്ന ആ സമൂഹത്തിൻ്റെയും തൻ്റെയും ഇടയിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു അകൽച്ച, അതിൻ്റെ വിശാലത, ഈ സമൂഹവുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ, ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇവരുടെ കാഴ്ചപ്പാടുകൾ, ഇവരുടെ നിലപാടുകൾ, അതുമായിട്ട് ഒരിക്കലും പോകാൻ കഴിയാതിരിക്കുമാറുള്ള ഒരു വിടവ് പ്രവാചകന്റെയും ആ ജനങ്ങളുടെ ഇടയിൽ രൂപപ്പെടുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഹുബ്ബിബ ഇലൈഹിൽ ഖല, ആ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പ്രവാചകന് ഇഷ്ടമുള്ളൊരു കാര്യമായി. ഈ സമൂഹത്തിൽ ഒരിക്കലും നിന്നു പോകാൻ കഴിയൂല, ഇവരെ കൂടെ ജീവിക്കാൻ കഴിയൂല, ഇടപെടാൻ കഴിയൂല. എത്ര സഹകരിക്കാനും നല്ല കാര്യങ്ങൾക്ക് പോകാൻ ശ്രമിച്ചാലും അതിലേറെ ഒരിക്കലും ഉൾക്കൊള്ളാനും പൊരുത്തപ്പെടാനും കഴിയാത്ത കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാവുകയാണ്. അങ്ങനെ വന്നപ്പോൾ മാറി നിൽക്കാൻ മനസ്സിലേക്ക് ഇഷ്ടം വരികയാണ്. ഫക്കാന, അങ്ങനെ വന്ന സമയത്ത് ഫക്കാന യഅഖുദു സവീഖ വൽമാ. സവീഖ് എന്ന് പറയുന്നത് അറബിയുടെ സുപരിചിതമായ ഒരു ഹെൽത്തി ഫുഡാണ്. പറയുന്നത് ധാന്യത്തിൻ്റെ പൊടികളും ചിലപ്പോൾ അതിൽ കാരക്കെ, അതല്ലെങ്കിൽ നെയ്യോ തേനോ പാലോ പോലത്തത് ആവശ്യത്തിനും ടേസ്റ്റിനും അനുസരിച്ച് കൂട്ടിയിട്ടുള്ള നല്ല ഒരു ഭക്ഷണമാണ്. അത് ആമാശയത്തിന് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. ആ പറയുന്ന ഭക്ഷണവും വെള്ളവും തൻ്റെ കയ്യിൽ കരുതിക്കൊണ്ട് മക്കയിൽ നിന്ന് പോവുകയാണ് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്നത് വയദ്ഹബു ഇലാ ഗാരി ഹിറാ ഫി ജബലിൻ നൂർ അലാ മബ്അദത്തി നഹവി മീലൈനി മിൻ മക്ക. മക്കയിൽ നിന്ന് ഏകദേശം 3-3.25 കിലോമീറ്റർ ദൂരമുള്ള ഹിറ എന്ന് പറയുന്ന ആ പർവ്വതമുണ്ട്. ജബലുന്നൂർ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ പൊത്താണത്. ഒരു മാളം, ഒരു മനുഷ്യനിങ്ങനെ ചെന്നിരിക്കാൻ പറ്റുന്ന ഒരു മാളം പോലെ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ പറയുന്ന മാളത്തിലേക്കാണ് പോകുന്നത്. മക്കയിലുള്ള ആ ശബ്ദ കോലാഹലങ്ങളും സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളും അതിൽ നിന്ന് മാറിയിരിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരിൽ മാറിയിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശ മഹത്തായ ഒരു ഹിക്മത്തും കാര്യങ്ങളും ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ട് അവൻ തയ്യാറാക്കി, അവൻ നിയന്ത്രിച്ചുണ്ടാക്കി കാര്യങ്ങൾ. ഈ പറയുന്ന ജബലുന്നൂർ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിലാണ്. അത് മക്കയിൽ നിന്നിട്ട് ഏകദേശം കാബ ഷരീഫും മസ്ജിദുൽ ഹറാമൊക്കെയുള്ള പരിസരത്തിൽ നിന്ന് 2 മൈൽ എന്ന് പറയുന്നത് ഏകദേശം 3.25 കിലോമീറ്റർ, 3 കിലോമീറ്ററും 22 ഈ പറയുന്ന ദൂരത്തിലുള്ള ആ പർവ്വതത്തിൻ്റെ മുകളിലുള്ള മാളത്തിലേക്ക് പോവുകയാണ്. വഹുവ ഗാറുൻ ലത്തീഫുൻ, ആ പറയുന്ന മാളം വളരെ ചെറുതാണ്.
തൂലുഹു അർബഅത്തു അസ്റു, അതിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ 4 മുഴം. വഅർളുഹു ദിറാഉൻ വസലാസത്തു അർബഅ ദിറാഇൻ മിൻ ദിറാഇൽ ഹദീദ്. ഹദീദ് എന്ന് പറയുന്നത് ഈ പറയുന്ന മുഴങ്ങളും കാര്യങ്ങളൊക്കെ കണക്കാക്കുന്ന യമനിലുള്ള ഒരു പ്രദേശത്തിൻ്റെ ആ പ്രദേശത്തുകാരുടെ ദിറാഇ എന്നുള്ള അർത്ഥത്തിൽ അറബികളുടെ സുപരിചിതമായിരുന്നു. അതിൻ്റെ വീതി 1 മുഴവും 1 മുഴത്തിൻ്റെ 1/3 ഭാഗവും അത്ര വീതിയും 4 മുഴം നീളവുമുള്ള ചെറിയൊരു മാളമാണ്. ഫയുഖീമു ഫീഹി ഷഹ്റ റമളാൻ, റമളാൻ മാസത്തിലാണ് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി താമസിച്ചിരുന്നത്. പണ്ഡിതന്മാരുടെ ഇടയിൽ ചില ഖിലാഫുകളൊക്കെ ആ വിഷയത്തിലുണ്ട്. കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം റമളാൻ മാസത്തിൽ. വയഖ്ളി വഖ്തഹു ഫിൽ ഇബാദ, ആ സമയത്ത് അവിടെ പോയി ഇബാദത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇന്ന രൂപത്തിൽ കാര്യങ്ങൾ എന്നുള്ളത് അറിയില്ല. എന്നാലും ഇബാദത്ത് തഫക്കുറായിരുന്നു. അള്ളാഹുവിനെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ ഘടനകളെക്കുറിച്ചും ഇതിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മലക്കൂത്തിനെക്കുറിച്ചും ആകാശഭൂമികളെക്കുറിച്ചുമുള്ള ചിന്തകളായിരുന്നു കൂടുതൽ അവിടെ പ്രവാചകൻ ചെയ്തിരുന്ന ഇബാദത്ത് എന്നുള്ളതാണ്. അതല്ലാതെ കൃത്യമായി ഇന്ന നിലക്കൊരു ഇബാദത്ത് ആരാധനകൾ അന്നറിയില്ലായിരുന്നു. മാ കുന്ത തദ്രീ മൽ കിതാബു വലൽ ഈമാനി, എന്താണ് കിതാബ്, എന്താണ് വിശ്വാസം, കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ വഹി വരുന്നത് അറിയില്ലായിരുന്നു. ഏതാണെങ്കിലും അങ്ങനെ വയഖ്ളി വഖ്തഹു ഫിൽ ഇബാദത്തി വത്തഫ്കീർ, ചിന്തിക ഫീമാ ഹൗലഹു മിൻ മശാഹിദിൽ കൗൻ, ഈ ലോകത്തുള്ള കണ്ടു കാണുന്ന അള്ളാഹുവിൻ്റെ വലിയ മഖ്ലൂഖാത്തുകൾ, വഫീമാ വറാഅഹ മിൻ ഖുദ്റത്തിൻ മുബ്ദിയ, ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ള അതിശക്തമായ കഴിവുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇത് സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കഴിവുകൾ, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, വലിയ പർവ്വതങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ. വഹുവ ഗൈറു മുത്മഇന്ന ലിമാ അലൈഹി ഖൗമുഹു, തൻ്റെ ജനങ്ങൾ ഏതൊരു ആശയത്തിലും ആദർശത്തിലുമാണ് അതിൽ ഒരിക്കലും മനസ്സിന് സമാധാനമില്ല. അവരുള്ളത് മിൻ അഖായിദി ഷിർക്കി അൽ മുഹൽഹില വ തസവ്വുറാത്തിഹ അൽ വാഹിയ. മുഹൽഹിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഴഞ്ഞുമറിഞ്ഞ ഷിർക്കിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ. തസവ്വുറാത്തിഹ അൽ വാഹിയ എന്ന ബലഹീനമായ അവരുടെ കാഴ്ചപ്പാടുകൾ, ഒരു മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം കാര്യം കെട്ടുറപ്പും കൊടുക്കാത്ത നിലക്കുള്ള വിഗ്രഹങ്ങൾ, ഈ ബിംബങ്ങൾ, ആ പറയുന്നതും അതുമായി ബന്ധപ്പെട്ട ശിർക്കിയായ വിശ്വാസങ്ങളും കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ആ പറയുന്നതായി ഒരു മനുഷ്യൻ്റെ മനസ്സിനൊരിക്കലും അതിൽ സമാധാനം കണ്ടെത്താൻ കഴിയുകയില്ല. യഥാർത്ഥ തൻ്റെ ഇടമുള്ള ഒരു ശരിയായ പ്രകൃതിയുള്ള ശുദ്ധ പ്രകൃതിയുള്ള ഒരു മനുഷ്യനൊരിക്കലും അതിൽ സമാധാനം കണ്ടെത്താൻ ഒരിക്കലും കഴിയുകയില്ല. വലാകിൻ ലൈസ ബൈന യദൈഹി തരീഖുൻ വാളിഹ്, എന്നാൽ ഈ സമൂഹത്തിൻ്റെ കൂടാതെ മാറി നിന്നിട്ട് കൃത്യമായി സമാധാനത്തോടു കൂടെ ചെയ്യാൻ പറ്റുന്ന വ്യക്തമായൊരു വഴിയോ കാഴ്ചപ്പാടോ മുന്നിൽ ഇല്ലതാണ്, തൻ്റെ മുന്നിലില്ല. വല മൻഹജുൻ മുഹദ്ദദ്, കൃത്യമായൊരു വഴിയും പ്രവാചകന്റെ മുന്നിലില്ല. വല ത്വരീഖുൻ ഖാസിദുൻ യത്മഇന്നു ഇലൈഹി വയർളാ, മനുഷ്യന് സമാധാനം കിട്ടുന്ന, തൃപ്തിപ്പെടുന്ന, മനസ്സിന് അടക്കമൊതുക്കമുള്ള ഒരാൾക്ക് അന്വേഷിച്ചു പോകാൻ പറ്റുന്ന ഒരു വഴി മുന്നിലില്ല താനും. നിസ്സഹായതയുടെ അങ്ങേയറ്റത്തിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും അത് പൊരുത്തപ്പെടാനും തൃപ്തിപ്പെടാനും കഴിയൂല, മനസ്സിന് സമാധാനം. വകാന ഇഖ്തിയാറുഹു ലിഹാദിഹിൽ ഉസ്ലത്തി ത്വർഫൻ മിൻ തദ്ബീരില്ലാഹി സുബ്ഹാനഹു വതആല, അങ്ങനത്തെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കാൻ പോകുന്ന മഹത്തായ ഈ ബാധ്യത, ഉത്തരവാദിത്വം ആ പറയുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല മുന്നൊരുക്കത്തിൽ തയ്യാറാക്കി ചെയ്തു കൊടുത്ത ഒരു ഏകാന്തത, ഈ പറയുന്ന ഏകാന്തത അള്ളാഹു തെരഞ്ഞെടുത്തതായത് പ്രവാചകന് കൊടുത്തതാണ്. പിന്നീട് ഈ സമൂഹത്തിൽ മാറി ഈ ലോകത്തിൻ്റെ നിയന്ത്രണവും അതിന് വഴികാട്ടിയും അതിന് വെളിച്ചും പ്രകാശവുമായിട്ട് വരാൻ പോകുന്ന ഭാരിച്ച ഉത്തരവാദിത്വത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളുമായിട്ടാണ് പ്രവാചകന് തിരഞ്ഞെടുത്തത് എന്നർത്ഥം. വലിയക്കൂനം ഖിതാഉഹു അൻ ശവാഗിലിൽ അർള്, ഭൂമിയിലുള്ള തിരക്കുകളും കാര്യങ്ങളും മാറി നിന്ന് മുറിഞ്ഞു നിന്നിട്ട് വലജ്ജത്തിൽ ഹയാത്തി, ഈ പറയുന്ന ജീവിതത്തിലുള്ള ബഹളങ്ങളും ഒച്ചകളും അതിൽ മാറി വഹുമൂമിന്നാസി സഗീറ, ജനങ്ങൾക്ക് ചെറിയ ചെറിയ ചിന്തകളാണ്. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ആളുകൾക്ക് റൊട്ടിയുടെയും അതേപോലെ തന്നെ പൻസാരയുടെയും വില കൂടി കുറഞ്ഞു എന്നുള്ള ആ തിരക്കുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിലേറെ ഉന്നതമായ കാഴ്ചപ്പാടുകളും ചിന്തകളുമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ഈ ചെറിയ ചിന്തകളും കാഴ്ചപ്പാടും നിലപാട് അവരുടെ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ഈ ശബ്ദവും ഒച്ചയും ബഹളവും തിരക്കുകളും അല്ലത്തി തുഷ്തലുൽ ഹയാത്ത നുഖ്തത തഹവ്വുലിൻ, പ്രവാചകന്റെ ജീവിതത്തിന് അതൊരു തിരക്കും കാര്യങ്ങളും ഉണ്ടാക്കുന്നതാണ് ഇവരെ വിഷയങ്ങൾ. അപ്പം ഇതിൽ നിന്നൊരു മാറ്റമാണ് ഇവിടെ ആവശ്യം. നിസ്തിഅദാദിഹി ലിമാ യൻതളിറുഹു മിനൽ അംറിൽ അളീം, മഹത്തായ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, ഏൽപ്പിക്കാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് ഒരുക്കി തയ്യാറാക്കി കൊണ്ടുവരണം. അതിന് സമൂഹത്തിൻ്റെ ഈ തിരക്കിൽ നിന്നും ഈ ശബ്ദകോലാഹലങ്ങൾ ബഹളങ്ങളിൽ നിന്നും ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഏകനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയിരുത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തദ്ബീറിൽപ്പെട്ടതാണ്.
അതിന് ഫയസ്തഇദുലി ഹംലിൽ അമാനത്തിൽ കുബ്ര, ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആ പ്രവാചകൻ തയ്യാറാകും. വതഗ്യീരി വജ്ഹിൽ, ഭൂമുഖത്തിന് ഒന്ന് മാറ്റം വരുത്താനുണ്ട്. വതഅദീലി ഖത്തി താരിഖ്, ചരിത്രത്തിൻ്റെ ആ വഴി സഞ്ചാരപാത അതിനൊന്ന് മാറ്റാനുണ്ട്. അങ്ങനെയായപ്പോൾ ദബ്ബറല്ലാഹു ലഹു ഹാദിഹിൽ ഉസ്ല, ഈ പറയുന്ന ഏകാന്തത അള്ളാഹു പ്രവാചകന് നിയന്ത്രിച്ചു ഒരുക്കി കൊടുത്തു. ഖബല തക്ലീഫിഹി ബിറിസാലത്തി, റിസാലത്ത്, നുബുവത്ത്, വഹി അത് നൽകുന്നതിൻ്റെ മുമ്പ് ബിസലാസി സനവാത്ത്, ഏകദേശം 3 വർഷത്തോളം ഈ ഒരു സംഭവം പ്രവാചകനുണ്ടായിരുന്നു. സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുക പല സമയങ്ങളിലുമായിട്ട്, പ്രത്യേകിച്ച് റമളാന് പോലത്തെ ആ സമയത്തൊക്കെ ഈ പറയുന്ന ഗാർ ഹിറായിൽ പോയി ഏകനായിട്ട് ഇരിക്കുമായിരുന്നു. യൻതലിഖു ഫീ ഹാദിഹിൽ ഉസ്ലത്തി ഷഹ്റൻ മിനസ് സമാൻ, ഒരു മാസത്തോളം അവിടെ പോയി കഴിച്ചുകൂട്ടും. മാ റൂഹിൽ വുജൂദി അത്വലീഖത്തി, ഏറ്റവും സ്വതന്ത്രമായ ആ ഒരു ആശ്വാസത്തോടുകൂടെ, പറയുന്ന മാനസികാവസ്ഥയോടുകൂടെ എന്ന്. വയതദബ്ബറു മാ വറാ അൽ വുജൂദി മിൻ ഗൈബിൻ മക്നൂൻ, ഈ പറയുന്ന ലോകത്ത് ഈ സൃഷ്ടികളുടെ പിന്നിലൊക്കെയുള്ള മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഹത്താ യഹീന മൗഹിദു തആമുലി മാ ഹാദിൽ ഗൈബ് അൻതമാ യഅ്ദനല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുവാദം സമ്മതം വരുന്ന സമയത്ത് അതിനോട് കൂടെ ഇടപെടാൻ പറ്റുന്ന നിലക്ക് എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ അവിടെ ഈ പറയുന്ന ഗാർ ഹിറായിൽ ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുത്തേക്ക് വഹിയുമായിട്ട് വരികയാണ്. വലമ്മാ തകാമല ലഹു 40 സന, 40 വയസ്സ് പൂർത്തിയായപ്പോൾ, വഹിയ റഅസുൽ കമാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് 40 വയസ്സ് എന്ന് പറയുന്നത് അവൻ്റെ പരിപൂർണതയാണ്. ഈ ലോകത്തിൽ അവൻ്റെ പ്രായത്തിൻ്റെയും ബുദ്ധിയുടെയും അവൻ്റെ ശരീരഘടനയുടെയൊക്കെ അതിൻ്റെ വളർച്ചയെത്തുന്ന ഒരു ഘട്ടമാണ് 40 വയസ്സ് എന്ന് പറയുന്നത്. സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറയുന്ന 40 വയസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹത്താ ഇദാ ബലഗ 40 സന, ഒരു മനുഷ്യൻ അങ്ങനെ ഈ ലോകത്ത് ജീവിച്ച് അവൻ്റെ അടുത്ത് വീഴ്ചകളും തെറ്റുകളും പാപങ്ങളും പലതും വന്ന് ഹത്താ ഇദാ ബലഗ 40 സന, 40 വയസ്സാൽ ഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ. 40 വയസ്സായി അള്ളാഹുവെ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്തു തന്ന നിഅമത്തിൽ നന്ദി ചെയ്യാൻ നീ എനിക്ക് തോന്നിപ്പിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നീ എനിക്ക് തൗഫീഖ് നൽകണം, സഹായിക്കണം. വഅൻ അഅമല സാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യത്തി, എൻ്റെ സന്താനങ്ങളെ നീ എനിക്ക് നന്നാക്കി തരണം. ഈ നിലക്ക് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അവൻ്റെ പ്രവർത്തനങ്ങളെ നന്നാക്കിയാൽ ആ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് ആയത്ത് പര്യവസാനിപ്പിക്കുന്നതുണ്ട്. 40 വയസ്സും പൂർത്തിയായതിൻ്റെ ശേഷം ഒരാൾ അവൻ്റെ കാര്യത്തിൽ ഒരു കൃത്യതയും വ്യക്തതയും ഇല്ലെങ്കിൽ അവൻ ഭയപ്പെടണം. ഈ പറയുന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പേടിക്കണം. 40 വയസ്സ് വരെ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയുടെ കാര്യത്തിലും അവൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ വിഷയത്തിലൊക്കെ അങ്ങനെ പോയാലും 40 വന്നാൽ ഒരു പക്വതയിൽ, ഒരു കൃത്യതയിൽ, ഒരു തൻ്റെടത്തിൽ, ഒരു ബോധത്തിൽ അവൻ ശരിയായ ഒരു മന്നജിലേക്ക് കടന്നു കിട്ടി. അതിൽ അവൻ പോകാനുള്ള ശ്രദ്ധയും സൂക്ഷ്മതയുണ്ടെങ്കിൽ അവനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യത്തി ഇന്നി തുബ്തു ഇലൈക വഅന മിനൽ മുസ്ലിമീൻ ഉലൈക നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു വനതജാവസു അൻ സയ്യിആതിഹിം വഅദ സിദ്ഖി അല്ലദീ കാനൂ യുഅദൂൻ. ഇതാണ് ആയത്ത് എന്നാൽ എനിക്ക് ഓർമ്മ. അവരിൽ നിന്നുള്ള തെറ്റായ കാര്യങ്ങൾ നാം അവർക്ക് മാപ്പ് കൊടുക്കും, സൽക്കർമ്മങ്ങളാണെങ്കിൽ നാം അത് സ്വീകരിക്കും. അവർ സ്വർഗ്ഗനിവാസികളുടെ കൂട്ടത്തിലാണ്. അള്ളാഹു അവരോടുള്ള ഒരു സത്യമായ വാഗ്ദാനവുമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധ നമുക്കുണ്ടാവണം. ഏകദേശം പ്രായമൊക്കെ പക്വതയുടെ ആ സമയത്തിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ നമ്മളുള്ള വീഴ്ചകളൊക്കെ പരിഹരിക്കാനും പശ്ചാത്തപിക്കാനും നല്ലൊരു മാർഗത്തിലേക്ക് പോകാൻ ശരിയായ മൻഹജും അഖീദയും സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറാൻ തയ്യാറായാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഏതാണെങ്കിലും 40 വയസ്സ് പൂർത്തിയായി വഹിയ റഅസുൽ കമാൽ, മനുഷ്യ ശരീരത്തിൻ്റെയും അവൻ്റെ ബുദ്ധിയുടെയും പൂർണ്ണത ഈ പറയുന്ന 40 വയസ്സാണ്. വഖീല, പല പണ്ഡിതന്മാരും പറഞ്ഞു വലഹാ തുബഅസു റസുലു, ഈ പറയുന്ന 40ാമത്തെ വയസ്സിലാണ് പ്രവാചകന്മാർക്ക് നുബുവത്ത് ലഭിക്കല്. അതാണ് ബദഅ ത്വലാഇഉ നുബുവത്തി തലൂഹു വതൽമ, നുബുവത്തിൻ്റെ ആ ലക്ഷണങ്ങളും അതിൻ്റെ അടയാളങ്ങളൊക്കെ വെളിവാകാൻ തുടങ്ങി. ഫമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് അന്ന ഹജറൻ ബി മക്കത്ത കാന യുസല്ലിമു അലൈഹി, മക്കയിലൊരു കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയലുണ്ടായിരുന്നു എന്നുള്ളത് അതിൽ ചില ഖിലാഫുകളുണ്ട്, അല്ലാഹു അലം. വമിൻഹാ അന്നഹു കാന യറ റുഅയ സ്വാലിഹ, ചില സ്വപ്നങ്ങൾ, സാലിഹായ സ്വപ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണലുണ്ടായിരുന്നു, നല്ല നല്ല സ്വപ്നങ്ങൾ. ഫകാന ലാ യറാ റുഅയൻ ഇല്ലാ ജാഅത് മിസ്ല ഫലഖി സുബ്ഹി, പ്രഭാതം പിളരുന്നത് പോലെ ആ പറയുന്ന സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പ്രവാചകൻ കാണും. ഇത് സഹിഹാണ്. നല്ല സ്വപ്നങ്ങൾ നുബുവത്തിൻ്റെ അംശങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് സഹിഹായ ഹദീസുകളിലുണ്ട്. ഹത്താ മളത് അലാ ദാലിക 6 അശ്ഹുർ, നല്ല സ്വപ്നങ്ങൾ അത് നുബുവത്തിൻ്റെ അംശങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇതുപോലത്തെ നല്ല സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ആ കണ്ട സ്വപ്നങ്ങൾ അതുപോലെ പുലരുകയും ചെയ്യുമായിരുന്നു. നുബുവത്തിൻ്റെ അതിൻ്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും വെളിവാകാൻ തുടങ്ങി. അങ്ങനെ 6 മാസത്തോളം ഈ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു.
മുദ്ദത്തു നുബുവത്തി 23 സന, 23 വർഷക്കാലമാണ് നുബുവത്തിന്റെ കാലഘട്ടം. ഫഹാദിഹി റുഅ്യ ജുസ്ഉം മിൻ 46 ജുസ്അൻ മിൻ നുബുവ, 46 ഭാഗങ്ങളിൽപ്പെട്ട ഒരു ഭാഗമാണ് ശരിയായ സ്വപ്നം എന്ന ഹദീസുകളിൽ വന്നതാണ്. അങ്ങനെ ഫലമ്മാ കാന റമളാൻ മിൻ സനത്തി സാലിസത്തി മിൻ ഉസ്ലത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിറാ, ഹിറ എന്ന് പറയുന്ന ആ ഗുഹയിൽ സമൂഹത്തിൽ നിന്നിട്ട് മാറി ഏകാന്തനായി ജീവിക്കുന്ന 3-ാമത്തെ ആ വർഷത്തിൽ റമളാൻ മാസം വന്നപ്പോൾ ഷാ അല്ലാഹു അൻ യുഫീല മിൻ റഹ്മത്തിഹി അലാ അഹ്ലിൽ അർദ്, അല്ലാഹുവിന്റെ റഹ്മത്ത് ഭൂമുഖത്തുള്ള ആളുകൾക്ക് അത് ചൊരിയാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഫഅക്റമഹു ബിന്നുബുവ്വ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലാക്കി നബുവയാക്കി എന്നുള്ളത് ലോകത്തിന് മുഴുവനും റഹ്മത്തായിക്കൊണ്ടാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് അവൻ ചൊരിയാൻ, അത് അവൻ്റെ അടിമകൾക്ക് അത് നൽകാൻ ഉദ്ദേശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് നൽകി ബഹുമാനിച്ചു എന്നുള്ളതാണ്. വഅൻസല ഇലൈഹി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബി ആയാത്തിൻ മിനൽ ഖുർആൻ, സൂറത്തുൽ അലഖിലുള്ള ആയത്തുകളുടെ ആരംഭത്തിലുള്ള ആയത്തുകളുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിലേക്ക് ഇറക്കി. വബഅദ അൻ-നളരി വത്തഅമ്മലി ഫിൽ ഖുർആൻ ഫിൽ ഖറായിനി, തെളിവുകളൊക്കെ വദ്ദലായിലി, തെളിവുകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ചിന്തിക്കുകയാണെങ്കിൽ യുംകിനു ലനാ അൻ നുഹദ്ദിദ ദാലിക്കൽ യൗം, ഏത് ദിവസത്തിലാണ് വഹി വന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നു. ബി അന്നഹു കാന യൗമൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസമായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായിട്ട് വന്നത്. ലി 21 മദത്ത് മിൻ ഷഹ്രി റമളാന, റമളാൻ മാസത്തിൽ നിന്ന് 21-ാമത്തെ രാത്രി, ലൈലൻ രാത്രിയിൽ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിലുണ്ട്, പക്ഷേ ഷെയ്ഖ് അതിൽ കുറച്ചുകൂടി പ്രബലമായത് ഇതാണ് എന്ന് പറയുന്നു. വഖദ് വാഫഖ 10 അഗസ്തസ് സനത്തിൻ മീലാദി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വർഷം 610-ാമത്തെ വർഷത്തിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന ആ മാസത്തിൽ 10-ാമത്തെ ദിവസമായിരുന്നു ഇത്, 10-ാമത്തെ ദിവസമായിരുന്നു. വകാന ഉംറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദാക ബിദ്ദബ്തി 40 സന ഖമരിയ, ചന്ദ്രന്റെ സഞ്ചാരവും അതിൻ്റെ ഉദിച്ച കണക്കനുസരിച്ച് അറബി വർഷങ്ങൾക്കുള്ള നോക്കുകയാണെങ്കിൽ 40 വയസ്സ് പൂർണ്ണമായിരുന്നു ആ സമയത്ത്. സിത്തത്തു അശ്ഹുരിൻ, 40 വയസ്സും 6 മാസവും 12 ദിവസവും. അത് ഇംഗ്ലീഷ് വർഷത്തേക്കുള്ള പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 39 വർഷവും 3 മാസവും 20 ദിവസവും അങ്ങനെയായിരുന്നു. അറബി മാസമാണ് കുറച്ചുകൂടി കൂടുതലുണ്ടാകുക സ്വാഭാവികമായിട്ട്, മറ്റുള്ളത് 30 ഉണ്ട് 31 ഉണ്ട്, പിന്നെ തോന്നുകയാണെങ്കിൽ എൻ്റെ അപ്പുറത്തുള്ള തോന്നണ മാതിരിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൽനസ്തമീല ആയിഷത്ത് സിദ്ദീഖത്തി റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിച്ച ഈ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അത് അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ പറയുന്നുണ്ട്. തർവി ലനാ ഖിസ്സത ഹാദിഹിൽ വഖാത്തി, സംഭവം അല്ലത്തി കാനത് നുഖ്തത ബിദായത്തിൻ നുബുവ, നുബുവത്ത് കിട്ടിയതിൻ്റെ അതിൻ്റെ ആരംഭം എങ്ങനെയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അത് വിവരിക്കുന്നുണ്ട്. ഇമാം ബുഖാരിയൊക്കെ മുസ്ലിം പോലത്തെവരൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വഅഖദത് തഫ്തഹു ദയാജീരി ളുലുമാത്തിൽ കുഫർ, സത്യനിഷേധത്തിൻ്റെ ഇരുട്ടുകളുടെ ഇരുട്ടുകൾ, അതിൻ്റെ ശക്തികളെ മുറിക്കാൻ തുടങ്ങി ഈ നുബുവത്ത്. വല്ലലാൽ ഹത്താ ഗയ്യറത്ത് മജ്റൽ ഹയാത്ത്, മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സഞ്ചാരപാത തന്നെ പിന്നെ മാറ്റാണ് നുബുവത്ത് ലഭിച്ചു. അള്ളാഹു വ്യക്തമായ ഹിദായത്തും ശരിയായ മാർഗവും ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത് മനസ്സിലാക്കി. വഅദലത്ത് ഖത്ത താരീഖ്, ചരിത്രത്തിൻ്റെ ആ വര അത് മാറ്റിത്തിരുത്തി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ആ ഭാഗങ്ങൾ തന്നെയാണ് ഷെയ്ഖ് റഹ്മഹുള്ള പറയുന്നത്. അവ്വലു മാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ആദ്യം ആരംഭിക്കപ്പെട്ടത് വഹിയിൽ നിന്ന് അർ-റുഅ്യ സ്വാലിഹത്തു ഫിന്നൗം, ഉറക്കിലുള്ള ശരിയായ സ്വപ്നങ്ങളാണ്. ഫകാന ലാ യറാ റുഅ്യൻ ഇല്ലാ ജാഅത് മിസ്ല ഫലഖി സുബ്ഹി, പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം വരുമായിരുന്നു. കണ്ടതെങ്ങനെയാണോ അതുപോലെ അത് പകൽ സമയത്ത് പുലരും. അതിൻ്റെ ശേഷം പിന്നെ സുമ്മ ഹുബ്ബിബ ഇലൈഹിൽ ഖലാഉ, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ, ഒഴിഞ്ഞു നിൽക്കാൻ പ്രവാചകനത് ഇഷ്ടമായി. വക്കാന യഖ്ലു ബി ഗാരി ഹിറാഇൻ, ഗാറു ഹിറാ എന്ന് പറയുന്ന ജബൽ നൂറിൻ്റെ മുകളിലുള്ള ആ മാളത്തിൽ, ആ ഗുഹയിൽ പോയി ഏകനായിട്ടിരിക്കും. വയതഹന്നസു ഫീഹി, അവിടെ പോയി ഇബാദത്ത് ചെയ്യാൻ. ഇബാദത്ത് നമ്മൾ ഈ പറഞ്ഞു തഫക്കുറും, ഈ പറയുന്ന അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തിലും കാര്യങ്ങളും ചിന്തകളാണ് കൂടുതലുണ്ടായിരുന്നത്. അൽ ലയാലി ദവാത്തിൽ അദദ്, എണ്ണപ്പെട്ട രാത്രികളിൽ ഖബല അൻ യൻജിയ ഇലാഹി, കുടുംബത്തിൻ്റെ അടുത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് തയ്യാറായി പോകും. വയതസവ്വദു ലിദാലിക, അങ്ങനെ ആ ഭക്ഷണം കാര്യങ്ങളൊക്കെ തീർന്നാൽ പിന്നെ വീണ്ടും തിരിച്ചു വരും. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് അവർ വീണ്ടും ഇതുപോലത്തെ ഭക്ഷണം കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യും. ഇത്ര നല്ല ഭാര്യ. ഭർത്താവ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തിൻ്റെ കൂടെ, ഇങ്ങൾക്ക് നാട്ടുകാരുടെ കൂടെ, നാട്ടുകാർ ചെയ്യുന്നത് ചില സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെ അവിടെ വിമർശനം ഉണ്ടാകും. ജനങ്ങളെ കൂടെ നിങ്ങൾക്ക് കൂടൂല, ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒന്നുമില്ല, കാശ് അവരാ ചിലവാക്കുന്നത്, സഹായം അവരാ ചെയ്തു കൊടുക്കുന്നത്, കുട്ടികൾ അവരിൽ നിന്നിട്ടുണ്ടായിട്ടുണ്ട്. എന്നിട്ട് സമൂഹത്തിൽ നിന്നിട്ട് മാറി നിൽക്കുന്ന സമയത്ത് യാതൊരു വിമർശനവുമില്ല. ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം, വെള്ളം വേണമെങ്കിൽ വെള്ളം, സൗകര്യങ്ങൾ വേണമെങ്കിൽ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട്.
എത്ര ആദരണീയയാണ്, എത്ര ബഹുമാനമുള്ള സ്ത്രീ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബഹുമാനിച്ചത് സമ്പത്തും നിഅമത്തും പേരും പ്രശസ്തിയും കുടുംബവും ഒക്കെ നൽകിയതിൻ്റെ ശേഷം അങ്ങനത്തെ യാത്രക്ക് വേണ്ടി വീണ്ടും ഭക്ഷണം കാര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ചോദ്യം ചെയ്ത് കാശുണ്ടാക്കാനോ സമൂഹത്തിൻ്റെ ഇടയിൽ പോയിട്ട് നേതാവാക്കാനൊന്നുമല്ലല്ലോ. മലൻ്റെ മുകളിൽ പോയി ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി എത്ര സ്ത്രീകൾ ഏതൊക്കെ നിലക്ക് വിമർശിക്കും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവും ഞാനും കുട്ടികളും എന്ന് പറയില്ല, ഒന്നുമില്ല. ഹത്താ ജാഅഹുൽ ഹഖ്, സത്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. വഹുവ ഫീ ഗാരി ഹിറാ, ഹിറാ എന്ന് പറയുന്ന മാളത്തിലാണ് കഴിച്ചു കൂട്ടുന്ന സമയത്ത്. ഫജാഅഹുൽ മലക്കു, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഫഖാല ഇഖ്റ, വായിക്കാൻ വേണ്ടി പറഞ്ഞു, പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഖാല മാ അന ബിഖാരി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയായിരുന്നു, എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു. പ്രവാചകനെക്കുറിച്ച് ഉമ്മിയ്യ എന്ന് പറയുന്നത് ബഹുമാനമാണ്, ആദരവാണ്. നമ്മളിൽപ്പെട്ട ഒരാൾ പറയാം റസൂൽ ഉമ്മിയേനു, ഞാൻ ഉമ്മിയാകുക എന്ന് പറഞ്ഞാൽ അത് അപമാനമാണ്, അത് നിന്ദ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തുമറിയാത്ത ആൾ ഇത്തര സാഹിത്യത്തിലുള്ള, ഇത്തര പ്രൗഢമായ, ഇത്തര ആശയസമ്പുഷ്ടമായ, ഇത്തര വിഷയങ്ങളുള്ള പരിശുദ്ധമായ ഖുർആനും സുന്നത്തുമായി വന്നു എന്നുള്ളതാണ്. മാ അന ബിഖാരിൻ ഖാല ഫഅഖദനി ഫഗത്തനി, അപ്പോൾ ആ പറയുന്ന വന്ന ആൾ എന്നെങ്ങോട്ട് പിടിച്ചിട്ടൊന്നൊരു കൂട്ടിപ്പിടിച്ചു എന്നുള്ളത്. ഹത്താ ബലഗ മിന്നിൽ ജഹദ്, എന്നിൽ നിന്നിട്ട് എന്തെന്നില്ലാത്തൊരു പ്രയാസം അനുഭവപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിപ്പിടിച്ചിട്ടൊന്നിട്ട് നെക്കി എന്നുള്ളതാണ്, സഹിക്കാൻ കഴിയാത്ത പ്രയാസം. സുമ്മ അർസൽനി, പിന്നെ എന്നെ അദ്ദേഹം വിട്ടു. ഫഖാല ഇഖ്റ ഖുൽതു മാ അന ബിഖാരിൻ, ഞാൻ എഴുത്തും വായനയും അറിയാത്ത വായിക്കുന്ന ആളല്ല, എഴുതാനും എനിക്ക് വായിക്കാൻ അറിയില്ല, പാരായണം ചെയ്യാൻ അറിയില്ല. ഖാല ഫഅഖദനി ഫഗത്തനി സാനിയ, രണ്ടാമത്തെ പ്രാവശ്യം പിടിച്ചു കൂട്ടി. ഹത്താ ബലഗ മിന്നിൽ ജഹദ്, പ്രയാസപ്പെട്ടു. സുമ്മ ആരുമില്ലാത്ത ഏകനായി നിൽക്കുന്ന സമയത്ത് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച്. സുമ്മ അർസലനി ഫഖാല ഇഖ്റ ഫഖുൽതു മാ അന ബിഖാരി ഫഅഖദനി ഫഗത്തനി സാലിസ, മൂന്നാമത്തെ പ്രാവശ്യം. സുമ്മ അർസലനി, എന്നെ അദ്ദേഹം അഴിച്ചുവിട്ടു. ഫഖാല ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം എന്ന് പറയുന്ന അലഖ് എന്ന് പറയുന്ന സൂറത്തിലുള്ള ഈ ആയത്തുകൾ പാരായണം ചെയ്തു കൊടുത്തു. അത് പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഫറജഅ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് മടങ്ങിപ്പോന്നു. യർജുഫു ഫുആദുഹു, ഹൃദയം പേടിച്ചു വിറച്ചുകൊണ്ട്. ചിന്തിച്ചു നോക്കുക, നമ്മൾ ഏകനായിട്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് രാത്രി സമയത്ത്, ആരുമില്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായാൽ യർജുഫു ഫുആദുഹു ഫദഖല അലാ ഖദീജത ബിൻതി ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകളായ ഭാര്യ ഖദീജയുടെ അടുത്ത് വീട്ടിൽ വന്ന് പ്രവേശിച്ചു. ഫഖാല സമ്മിലൂനി സമ്മിലൂനി, ഒരു പദപ്പെട്ട് തരി, എന്നെ മൂടിക്കടത്തി എന്ന് പറഞ്ഞു. അങ്ങനെ പനിച്ച് പേടിച്ച് പനിച്ച് വിറച്ച് പ്രയാസപ്പെട്ടപ്പോൾ ഫസമ്മലൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പദപ്പ് കെട്ട് മൂടിക്കൊടുത്തു, സമാധാനിപ്പിച്ചു. ഹത്താ ദഹബ അൻഹു റൗ, പേടിയും കാര്യങ്ങളൊക്കെ പോകുന്നത് വരെ. ഫഖാല ലി ഖദീജത മാലി, എന്താണ് എനിക്ക് പറ്റിയത്, ഖദീജയോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ സുഖമായിട്ട് ചോദിച്ചു, എന്ത് സംഭവിച്ചു, എന്താ പേടി, എന്താ ഉണ്ടായത്. അപ്പോൾ ഫഅഖ്ബറഹൽ ഖബർ, വിവരങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്കെന്തെങ്കിലും പിടിപെടുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഫഖാലത്ത് ഖദീജത്തു കല്ലാ കല്ലാ, ഒരിക്കലുമില്ല ഒരിക്കലുമില്ല, സമാധാനത്തിൻ്റെ മനം നിറഞ്ഞ വാക്കുകൾ. ആ പ്രയാസപ്പെട്ട് വന്ന സമയത്ത് കല്ലാ, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യം, നിങ്ങൾ അപകടപ്പെടുന്ന ആളോ എന്തെങ്കിലും വിപത്ത് നിങ്ങൾക്ക് പിടിപെടുകയോ ഒരിക്കലുമില്ല എന്നവരാദ്യം പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്ന വാക്കുകൾ. വല്ലാഹി മാ യുഖ്സിക അല്ലാഹു അബദൻ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ അവഹേളിക്കൂല, നിങ്ങളല്ല പരാജയപ്പെടുത്തൂല, അല്ല നിങ്ങളെ കയ്യൊഴിയൂല. ഏറ്റവും നല്ല ശക്തമായ സമാധാനത്തിൻ്റെ വാക്കുകൾ അവർ പറഞ്ഞുകൊണ്ട്, ഇന്നക ലതസിലുർ റഹം, നിശ്ചയം നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതഹ്മിലുൽ കൽ, ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ആളാണ് ആളുകൾക്ക് വേണ്ടി, സമൂഹത്തിന്. വതക്സിബുൽ മഅദൂം, ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങളൊക്കെ പലതും നേടിക്കൊടുക്കുന്ന ആളാണ്. വതുഖിറുൽ ലൈഫ്, അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, നന്മകളൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യം സമ്പത്തും മറ്റുള്ളതും വെച്ച് കഴിവിൻ്റെ പരമാവധി ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകമായ ഹിഫ്ളും സംരക്ഷണവും നൽകും. അല്ലാഹു നമ്മളൊരിക്കലും കൈയൊഴിയുകയില്ല. വതുഈനു അലാ നവാഇബിൽ ഹഖ്, സത്യത്തിൻ്റെ കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതിലൊക്കെ നിങ്ങൾ പരസ്പരം സഹകരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അതിൻ്റെയും പുറമെ സമാധാനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, വാക്കുകൾ, പ്രവൃത്തി, അതിൻ്റെയും പുറമെ ഫൻതലഖത് ബിഹി ഖദീജത്തു, ഖദീജ റളിയല്ലാഹു അൻഹ റസൂലിനെയും കൊണ്ടുപോയി. ഹത്താ അത്തത് ബിഹി വറഖത്ത് ബിൻ നൗഫൽ ബിൻ അസദ് ബിൻ അബ്ദുൽ ഉസ്സ ഇബ്നി അമ്മി ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതൃവിൻ്റെ മകനായ വറഖത്ത് ബിൻ നൗഫൽ ഉണ്ടായിരുന്നു. മട്ടക്കാരുടെ അടുത്തേക്കോ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കോ അല്ല പോയത്, പണ്ഡിതൻ്റെ അടുത്തേക്കാണ് പോയത്. വറഖത്ത് ബിൻ നൗഫൽ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്,
ആ പറയുന്ന ഒരു പണ്ഡിതൻ്റെ അടുത്ത് ഇങ്ങനത്തെ പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ദീനിനും ദുന്യാവിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പക്വതയുള്ള ആളുകൾ, അതിനറിവും പഠിപ്പും കാര്യം തൻ്റെ ആടുള്ള നല്ല ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ, നമുക്കറിയാത്ത കാര്യങ്ങൾ അനുവാദമുള്ളതാണ്. അതല്ല ജ്യോത്സ്യനോ അതല്ലെങ്കിൽ സാഹിറോ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള തെറ്റിൻ്റെ വക്താവായിരുന്നില്ല. അന്ന് ആ സമൂഹത്തിലുള്ള ഏറ്റവും ശുദ്ധനായ, ഏറ്റവും നല്ല പ്രകൃതിയിൽ, ഏറ്റവും നല്ല ദീനിൽ ജീവിക്കുന്ന വ്യക്തിയായ വറഖത്ത് ബിൻ നൗഫൽ. അപൂർവം ചില ആളുകളുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിലും അതേപോലെ തന്നെ മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ കൊണ്ടുവന്ന ദുർവ്യാഖ്യാനം ചെയ്യാത്ത, മാറ്റത്തിരുത്തലുകൾ വരുത്താത്ത ഗ്രന്ഥങ്ങളിൽ നിന്ന് ദീനിൻ്റെ കാര്യങ്ങൾ പഠിച്ച ഒറ്റപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. ആ പറയുന്ന മനുഷ്യൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട്. വകാന ഇംറഅൻ തനസ്സറ ഫിൽ ജാഹിലിയ്യ, ഇസ്ലാമിൻ്റെ മുമ്പ് നസാറ മതം സ്വീകരിച്ചിരുന്നു. ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പ്, നസാറ മതം അതിനെ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നതിൻ്റെ മുമ്പുള്ള ആ സമയത്ത്. അങ്ങനെ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് ചെന്നിട്ട് വകാന യക്തുബു, കൊടുക്കാനായോ, വകാന യക്തുബുൽ കിതാബൽ അബ്രാനി, അബ്രാനി ഭാഷയുള്ള ഗ്രന്ഥങ്ങൾ എഴുതി, ആ പറയുന്ന ഗ്രന്ഥങ്ങളിലുള്ള അധ്യാപനങ്ങളും കാര്യങ്ങളും എഴുതി പഠിച്ച് മനസ്സിലാക്കിയ ഒരാളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. ഫയക്തുബു മിനൽ ഇൻജീൽ ബിൽ അബ്രാനി, അബ്രാനി ഭാഷയിൽ ഇൻജീലിൽ നിന്ന് അദ്ദേഹം എഴുതലുണ്ടായിരുന്നു. മാഷാ അള്ളാഹു യക്തുബ്, ദീൻ്റെ കാര്യങ്ങളും ഒക്കെ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് പഠിച്ച ആളായിരുന്നു. വക്കാന യക്തുബുൽ കിതാബൽ അബ്രാനി, അബ്രാനി ഭാഷ എന്ന് പറയുന്നത് ഈ ജൂതന്മാരൊക്കെ അവർക്കുള്ള ഭാഷ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയൊക്കെ ഭാഷ അബ്രാനിയായിരുന്നു. ഇന്നുള്ള സയനിസ്റ്റുകളായ ആളുകൾ ഫലസ്തീനിൽ അധിനിവേശം നടത്തിയ സയനിസ്റ്റുകൾ അവരുടെ നാട്ടിലൊക്കെ ഉള്ള അവരുടെ മതത്തിൻ്റെ ഭാഷയായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയാണ് അബ്രാനി ഭാഷ എന്ന് പറയുന്നത്. ആ പറയുന്ന ഭാഷയിൽ എഴുതുന്ന ആളായിരുന്നു. ഫയക്തുബു മിൻ ഇൻജീലി ബിൽ അബ്രാനിയത്തി മാഷാ അല്ലാഹു യക്തുബ് വകാന ശൈഖൻ കബീറൻ ഖദ് അമിയ, അന്ധനായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ, പ്രായാധിക്യം ചെന്ന ആളുമായിരുന്നു ഈ സമയത്ത്. ഏതാണെങ്കിലും ഫഖാലത്ത് ലഹു ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹ വറഖത്ത് ബിൻ നൗഫലിനോട് പറഞ്ഞു, ഇബ്ന അം, എൻ്റെ പിതൃവിൻ്റെ മകനെ, യസ്മഅ മിൻ ഇബ്നി അഖീഖ്, നിങ്ങളുടെ സഹോദരൻ്റെ മകൻ, അഥവാ എൻ്റെ ഭർത്താവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാൻ വേണ്ടി പറഞ്ഞു, എന്താണ് പറയുന്നത്. അപ്പോൾ ഫഖാലത്ത് ലഹു വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഫഖാല ലഹു വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യബ്ന അഖീ, സഹോദരൻ്റെ മോനെ, മാതാ തറ, എന്താ കാണുന്നത്, എന്താ വിഷയം, എന്തേ കണ്ടു. അപ്പോൾ അഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ മാ റഅ, ഇങ്ങനെ ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ വെച്ചിട്ട് രാത്രി സമയത്ത് ഇങ്ങനെ എനിക്ക് ഉണ്ടായ അനുഭവങ്ങളും കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വറഖ റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹാദൻ നാമൂസ് അല്ലദീ നസ്സലഹുല്ലാഹു അലാ മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേൽ വഹയുമായി അള്ളാഹുവിൻ്റെ സന്ദേശവുമായി അവൻ ഇറക്കിയ നാമൂസ് എന്ന് പറയുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അബ്രാനി ഭാഷയിലുള്ള പേരായിരുന്നു. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാണിത്. സുബ്ഹാനല്ലാഹ്, പണ്ഡിതൻ, കാര്യങ്ങൾ മനസ്സിലാക്കിയ പണ്ഡിതൻ എത്ര കൃത്യമായിട്ട് അത് പറയാനും മനസ്സിലാക്കി കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളത്. ഹാദൻ നാമൂസ് അല്ലദീ നസ്സലഹുല്ലാഹു അലാ മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഇറക്കിയ, അദ്ദേഹത്തിൻ്റെ മേൽ വഹയുമായിട്ട് ഇറക്കിയ നാമൂസ് ജിബ്രീൽ അലൈഹി സ്വലാമിന് മലക്കാണ് വന്നത്. യാ ലൈതനി ഫീഹാ ജദഅൻ ലൈതനി അകൂന ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക്, നിന്റെ ജനങ്ങൾ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കും. നിനക്ക് വരാൻ പോകുന്നത് ഇതാണ്, നബുവത്ത് കിട്ടിയതാണ്, റസൂലായതാണ്. അതുകൊണ്ട് നിനക്ക് വരാൻ പോകുന്നത് നിന്റെ ജനങ്ങൾ നിന്നെ നാട്ടിൽ നിന്ന്, മക്കയിൽ നിന്ന് പുറത്താക്കും. യാ ലൈതനി ഫീഹാ ജദഅൻ, അന്ന് ശക്തിയും പ്രാപ്തിയുമുള്ള ഒരാളായി ഞാൻ അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈതനി അകൂന ഹയ്യൻ, അന്ന് ഞാൻ ജീവനത്തോടെ ഇരിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു മഹാനായ ആ മനുഷ്യൻ വറഖത്ത് ബിൻ നൗഫൽ റഹിമഹുല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എനിക്കല്ല ഹയാത്തും ജീവനും ശക്തിയും തരാണെങ്കിൽ എന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടാകുന്നുള്ള വാഗ്ദാനം ചെയ്യും, കൂടെ ഉണ്ടാകുന്നില്ല. ഇത് യുഖ്രിജുക ഖൗമുക, നിന്റെ ജനങ്ങൾ നിന്നെ മക്കയിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ മുഖ്രിജിയഹും, എൻ്റെ നാട്ടുകാരിൻ്റെ അവിടെ നിന്ന് പുറത്താക്കുവോ? വിശ്വസ്തനാണ്, ആളുകൾക്ക് ഇഷ്ടമാണ്, സമ്മതനാണ്, എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ്, സർവ്വസമ്മതനാണ്, ആ നാട്ടിൽ നിന്ന് അവരെന്നെ പുറത്താക്കുവോ? ഖാല നഅം, വറഖ പറഞ്ഞു, അതെ, അവർ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കും, അവിടെ ജീവിക്കാൻ അനുവദിക്കൂല, ദഅവത്ത് നടത്താൻ സമ്മതിക്കൂല. ലം യഅതി റജുലുൻ ഖത്ത് ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദി, നീ വന്നതുപോലത്തെ, നീ കൊണ്ടുവന്നതുപോലത്തെ ഈ ആദർശവുമായി ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് വന്നിട്ടില്ല, മറ്റുള്ള ആളുകൾ ശത്രുത കാണിക്കാതെ. മനുഷ്യരും
ജിന്നുകളിലെ പിശാചുകൾ ശത്രുത വെക്കാതെ നീ കൊണ്ടുവന്നതുപോലത്തെ നബുവത്ത് എന്ന് പറയുന്ന യാദർശവുമായി ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ടില്ല. അന്നത്തെ ദിവസം ജീവനോടെ നീ എന്നെ എത്തിക്കുന്ന പക്ഷം ശക്തമായ സഹായം ഞാൻ നിനക്ക് നൽകും. വാഗ്ദാനം ചെയ്തു, നിനക്ക് ഞാൻ ശക്തമായ സഹായം നൽകും. സുമ്മലം യൻഷബ് വറഖത്തു അൻ തൂഫി. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വറഖത്ത് മരണപ്പെട്ടു. വഫതറൽ വഹയു. അങ്ങനെ പിന്നെ ഈ വഹി വന്നതിൻ്റെ ശേഷം പിന്നീട് വഹി മുറിഞ്ഞു. പിന്നീട് കുറച്ച് ദിവസമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരാത്തൊരവസ്ഥ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരാതെ. റസൂലാണെങ്കിൽ പേടിയും ഈ പറയുന്ന അസ്വസ്ഥവും അങ്ങനെ വീട്ടിൽ കഴിച്ചു കൂട്ടുകയാണ്. വഫതറൽ വഹയു, വഹി മുറിഞ്ഞു. അമ്മാ മുദ്ദത്തു ഫത്രത്തിൽ വഹി എത്ര ദിവസമാണ് മുറിഞ്ഞത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരാതെ പിന്നെ എത്ര ദിവസം ഉണ്ടായി എന്നുള്ളത് ഫഖ്തലഫു ഫീഹാ അലാ ഇദ്ദത്തി, പല അഭിപ്രായങ്ങളുമുണ്ട്. വസ്സഹീഹു അന്നഹാ കാനത്ത് അയ്യാമൻ, മാസങ്ങളൊന്നുമില്ല, ദിവസങ്ങളുള്ളൂ എന്നുള്ളതാണ് കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം. ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ചില റിവായത്തുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അമ്മാ മശ്തുഹിറ മിൻ അന്നഹാ ദാമത്ത് സലാസ സനവാത്തിൻ ഔ സനതൈൻ വനിസ്ഫൻ ഫലൈസ ബിസഹീഹ്, 3 വർഷം അതിൽ 2 വർഷം എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഏതായാലും സഹീഹല്ല. ഷെയ്ഖ് റഹിമഹുള്ള പറയാണ്, ആ പറയുന്ന വിഷയമായി വന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും വാക്കുകളും റിപ്പോർട്ടുകളും പരിശോധിച്ച് നോക്കുമ്പോൾ ഷെയ്ഖ് പറയാണ്, ലം അറ മൻ തഅറള ലഹു മിൻഹു വഹുവ അന്ന ഹാദിഹിൽ അഖ്വാല വറിവായത്ത് ഫി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇജാബിറു ബിഹിറ ഷഹ്റൻ വാഹിദ്, ഒരു മാസത്തിലെ ഹിറയിൽ, അതായത് റമളാൻ മാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ വർഷത്തിലും റമളാൻ മാസമാണ് അവിടെ പോയി ഇബാദത്ത് ചെയ്തിരുന്നത് എന്ന് ഷെയ്ഖിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറയാണ്. റിവായത്തുകളും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും പരിശോധിച്ച് നോക്കും. വദാലിക മിൻ സലാത്ത് സനവാത്തിൻ, നുബുവത്തിൻ്റെ 3 വർഷം മുമ്പ് 3 വർഷം, നുബുവത്തിൻ്റെ മുമ്പ് 3 വർഷം അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ അന്ന സനത്തൻ നുബുവത്തി കാനത്ത് ഹിയ ആഖിറു തിൽക സനവാത്തി, 3-ാമത്തെ വർഷത്തിൻ്റെ അവസാനത്തിലാണ് നുബുവത്ത് വന്നത്. അത് മുമ്പ് നമ്മൾ പറഞ്ഞു. വഅന്നഹു കാന യുത്തിമ്മു ജിവാറഹു ബിതമാമി ഷഹ്രി റമളാൻ, റമളാൻ മാസം പൂർണ്ണമാകുമ്പോൾ ആ പറയുന്ന ഹിറാ, അവിടുത്തെ ആ താമസം പൂർത്തിയാക്കിയിട്ട് ഫകാന യൻസിലു ബഅദഹു മിൻ ഹിറാ സബാ, രാവിലെ സമയത്ത് ഹിറായിൽ റമളാൻ മാസം കഴിഞ്ഞ് ഷവ്വാലിൻ്റെ 1-ാമത്തെ രാവിലെ നമ്മളൊക്കെ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നതെന്നുള്ള ആ ദിവസത്തിൽ അവിടുന്ന് ഇറങ്ങലുണ്ടായിരുന്നു. ഷെയ്ഖിൻ്റേതൊരു അഭിപ്രായം മനസ്സിലാക്കിയത് പറഞ്ഞതാണ്. അല്ലാഹു അഅലം. أقول فهذا يفيد أن الوحي الذي نزل عليه صلى بعد الفترة إنما نزل في أول يوم من شهر شوال. അപ്പോൾ റമളാൻ മാസം കഴിഞ്ഞ് അതിൻ്റെ അവസാനത്തിൽ ഷവ്വാലിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ ആ രാത്രിയാണ് റസൂലിന് അവിടെ വഹി വന്നു എന്നൊരഭിപ്രായം എനിക്ക് മനസ്സിലായി എന്നാണ് ഷെയ്ഖ് പറയുന്നത്. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും റിവായത്തുകളും പരിശോധിച്ച് നോക്കിയിട്ട്. അല്ലാഹു അഅലം. ഏതാണെങ്കിലും ഈ പറയുന്ന വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിഞ്ഞതിൻ്റെ ശേഷം വഖദ് ബഖിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അയ്യാമിൽ ഫത്ര, വഹി മുറിഞ്ഞതിൻ്റെ ശേഷം മഹ്സൂനൻ തഅതരീഹി അൽ ഹൈറത്തു വദ്ദഹ്ശാത്ത്, റസൂലിന് പ്രയാസവും പരിഭ്രമവും സങ്കടവും വ്യസനവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി റഹ്മഹുള്ള ആ ഭാഗങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം കൂടിയിട്ട് വലിയ മലൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് വീണ് ആത്മഹത്യ ചെയ്താലോ എന്ന് തോന്നി എന്ന് പറയുന്ന ഭാഗങ്ങളും പറയുന്നു. സഹീഹ് ബുഖാരിയിൽ ആ സംഭവം ഉണ്ട്. പക്ഷേ നാസിറുദ്ദീൻ അൽബാനി പോലത്തെ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ആ പറയുന്ന അവസാന ഭാഗങ്ങൾ ഹദീസിൻ്റെ ആയിഷ റളിയല്ലാഹു അൻഹയുടെയോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെയോ വാക്കുകളല്ല, അത് റിവായത്ത് ചെയ്യുന്ന റാവികൾ, ഇമാം സുഹരി പോലത്തെ വേറെ മറ്റ് മഅമർ എന്നൊക്കെ പേരുള്ള റാവികൾ അവരുടെ ഭാഗത്തിൽ നിന്ന് കൂട്ടിയതാണ് എന്ന് പറയുന്നു. അപ്പോൾ സഹീഹ് ബുഖാരിയിൽ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുറിഞ്ഞ് പ്രയാസം കൂടിയിട്ട് അങ്ങനെ പിന്നെ മലൻ്റെ മുകളിൽ പോയിട്ട് അവിടുന്ന് ശരീരത്തിന് താഴേക്കിട്ട് ആത്മഹത്യ നമ്മൾ പറയുന്ന ആ രൂപത്തിൽ ചെയ്താലോ എന്നുള്ള വാക്കുകളുണ്ട്. പക്ഷേ അൽബാനി അതേപോലെ തന്നെ മറ്റ് ഹദീസിൻ്റെ പണ്ഡിതന്മാർ ആ ഭാഗങ്ങൾ അത് ദഈഫാണ്, ബലഹീനമാണ്, അത് റാവികളായ ചില ആളുകൾ റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ അതുപോലെ ഞാൻ നിങ്ങളെയും അറിയിച്ചു എന്നുള്ളതാണ്. പക്ഷേ വളരെ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത്, ഈ പറയുന്ന നുബുവത്ത് വരാതെ, വഹി വരാതെ ആദ്യം വന്നു പിന്നീട് വരാതെ ഉള്ള ആ ദിവസങ്ങളില്ലാത്ത വ്യസനവും സങ്കടവും ഉണ്ടായിരുന്നു എന്നുള്ളത് സഹിഹായ റിപ്പോർട്ടുകളിൽ കൂടെ വന്നതാണ്. അതിൻ്റെ ശേഷം പിന്നീട് രണ്ടാമത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായിട്ട് വരികയും ആ വഹി പ്രവാചകൻ്റെ വഫാത്തോട് വരെ അത് തുടർന്ന് അപ്പോഴും ഇപ്പോഴുമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് സമയങ്ങൾക്കും ആവശ്യങ്ങൾക്കനുസരിച്ച് അത് തുടർന്ന് പോവുകയും ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാര്യങ്ങളിൽ വ്യക്തമായ ഹിക്മത്തുകളുണ്ടാകും. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊരു പക്ഷേ നമുക്ക് പലതും അറിയുകയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത സദസ്സിൽ വെച്ച് തുടർന്ന് രണ്ടാമത് വന്ന വഹിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.
هذا وصلى الله وسلم وبارك على نبينا محمد وآله وصحبه.